ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുനടയിൽ വന്ന് എൻ്റെ മകളോടൊത്തി സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് റോസമ്മ സെബാസ്റ്റ്യൻ. ഞാൻ കട്ടപ്പന വെള്ളയാംകുടി ഇടവകക്കാരിയാണെങ്കിലും മൂന്നാറിനടുത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ. 2022 ഡിസംബർ 27 ആണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഈ മോൾക്ക് എൻ്റെ 3ാമത്തെ കുട്ടിയാണിത്. വളരെ ചെറുതിലെ മുതൽ അഡിനോയിഡിൻ്റെ പ്രശ്നം വരികയും എല്ലാ ആഴ്ചകളിലും തന്നെ കുട്ടി ആശുപത്രിയിലാകുകയും ചെയ്തിരുന്ന ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. ആ സമയത്ത് എൻ്റെ നാത്തൂൻ ഇവിടുത്തെ എന്നും വന്നിരുന്ന ഒരാളാണ്. ചേച്ചിയാണ് എന്നോട് പറഞ്ഞത്, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കൂ, ഇത് കുറയുമെന്ന്. അങ്ങനെ 2022 ഡിസംബറിൽ ഞാനും എൻ്റെ ഭർത്താവും ആദ്യമായി ഇവിടെ വന്നു. ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി. പറ്റുന്നത് പോലെ ഉടമ്പടി പ്രാർത്ഥനകളൊക്കെ ചെയ്തു പോയിരുന്നെങ്കിലും കുഞ്ഞെപ്പോഴും ഹോസ്പിറ്റലിലായിരുന്നു. എൻ്റെ ലീവ് വർഷത്തെ 15 ലീവും ഏതാണ്ട് ആദ്യത്തെ മാസം തന്നെ തീർന്നു പോകുന്ന അവസ്ഥയാണ്. മൂക്ക് അടഞ്ഞ് മൂക്കിൽ ദശ വളരെ ഇതായിട്ട് തലയ്ക്ക് വളരെ പ്രശ്നമായി, എപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഭാഗമായി ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലും തുടർന്ന് കട്ടപ്പന സെൻറ്റ് ജോൺസ്, കട്ടപ്പന കോർപ്പറേറ്റീവ്, അങ്ങനെ സർജന്മാരുള്ള എല്ലാ ആശുപത്രികളിലും മിക്ക മാസങ്ങളിലും ഞാൻ ഇവളെയും കൊണ്ട് അഡ്മിറ്റാണ്. 10 ദിവസം കിടക്കുമ്പോൾ 1 ലക്ഷത്തിൽ കൂടുതലോ കുറഞ്ഞതോ ആയ ബില്ല്, അതോ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധികൾ വളരെ ബുദ്ധിമുട്ടി. 2022 അങ്ങനെ കഴിഞ്ഞു പോയി. 2023 ആയപ്പോഴേക്കും ഈ അസുഖം വളരെ കൂടി, മൂക്കിലത് വളരെ കൂടിയിട്ട് ചെവിയിലൂടെ ബ്ലഡ് വരാൻ തുടങ്ങി. എല്ലാ സമയത്തും ചെവിയുടെ ഒരു ഇയർ ഡ്രം പൊട്ടിയിട്ട് ചെവിയിലൂടെ ബ്ലഡ് വരികയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഓരോ പഞ്ഞി വളരെ ഉരുട്ടി നേഴ്സസ് ചെവിയിൽ വെച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ അത് കട്ട ചോരയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ മൂക്കും ചെവിയും വളരെ പ്രശ്നമായപ്പോഴാണ് എൻ്റെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചത്. ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി തൈലം പൂശുകയും വീട്ടിലിരിക്കുന്ന ഉപ്പ് ഭരണിയിൽ ഇവിടുത്തെ ഉപ്പിട്ട് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. കുഞ്ഞാണെങ്കിൽ കുരിശ് വരയ്ക്കാനിരിക്കുമ്പോൾ തേൻ ഇഷ്ടമായതുകൊണ്ടാവും ആദ്യം തന്നെ ആ തേനെടുത്ത് നാവിൽ പുരട്ടും. പിന്നെ തൈലം കൊണ്ട് എല്ലാവർക്കും ഇവൾ ഓടി നടന്ന് കുരിശ് വരച്ചു തരും. അങ്ങനെ ആയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ചെവിയിലും കൂടുതലായി, ചെവിയും മൂക്കും ബ്ലോക്കായി. കൊച്ചിനെ കൊണ്ട് ഞാൻ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ 8ഓളം ഹോസ്പിറ്റലുകളിലൂടെ യാത്ര ചെയ്തു. തൊടുപുഴ, സെൻറ്റ് മേരീസ്, മുതലക്കുളം, ഇങ്ങനെ പോകാത്ത സ്ഥലങ്ങളില്ല. എവിടെയും പോകുമ്പോൾ ഒരാഴ്ചത്തേന് കുറയും. വീണ്ടും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വരും, ടീച്ചേഴ്സ് എല്ലാം ഓടി വരും. ഇവൾ എൻ്റെ സ്കൂളിൽ തന്നെയാണ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. കൊച്ച് പെട്ടെന്ന് ചെവിയിലൂടെ ബ്ലഡ് വന്നിരിക്കുന്നു, ഓടിവാ. പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് തൊടുപുഴയ്ക്കൊക്കെ പോവുകയാണ് മൂന്നാറ്റിൽ നിന്ന്. വളരെ ബുദ്ധിമുട്ടി. മനുഷ്യനാൽ അസാധ്യമാണ് എന്ന് തോന്നിയെടുത്താണ് ഞാൻ പരിശുദ്ധ അമ്മയോടും ദൈവത്തോടും കൂടുതൽ അടുത്തതെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ഡോക്ടേഴ്സും 2 ഓപ്പറേഷനാണ് പറഞ്ഞത്. ഒന്ന് മൂക്കിൻ്റെ അഡിനോയിഡിൻ്റെ പ്രശ്നമുള്ള ഒരു ഓപ്പറേഷൻ, പിന്നെ ചെവിയിൽ ഒരു ഹോള് വരികയും ബ്ലഡ് വരികയും ചെയ്യുന്ന ആ ഭാഗത്ത് തുടയിൽ നിന്ന് സ്കിൻ എടുത്തു വെച്ച് ചെവി ഓപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ 2 വലിയ ഓപ്പറേഷൻ. ആ സമയത്ത് ഞങ്ങൾ വലിയ വീട് പണിതിട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ എൻ്റെ കൂടെ 7 വർഷമായി എൻ്റെ മൂത്ത സഹോദരി ക്യാൻസർ രോഗിയായി ഉണ്ടായിരുന്നു. ചേച്ചി 2023 മരിച്ചു. സാമ്പത്തികമായി വളരെ തകർന്ന് ബുദ്ധിമുട്ടി. മറ്റ് വ്യക്തിപരമായ ചില പ്രതിസന്ധികളാലും മാനസികവും ശാരീരികവുമായി തളർന്ന അവസ്ഥയിലാണ് കുഞ്ഞിൻ്റെ രോഗം വർദ്ധിക്കുന്നത്. മാതാവും ഈശോയും അല്ലാതെ എനിക്ക് ആരുമില്ല എന്നുള്ള ബോധ്യം എന്നെ നന്നായി പിടികൂടി. 2021 മെയ് മാസം അവസാന രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ വരികയും സർജനെ കാണുകയും അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്നെ അടുത്ത റൂമിലേക്ക് വിട്ടിട്ട് ഒരു ചാർട്ട് എടുത്ത് തരികയാണ് ചെയ്തത്. മെയ് മാസം 10 അഡ്മിറ്റ് ആകുകയും 2 ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. 2 ഓപ്പറേഷനും കൂടി വലിയ ഒരു സംഖ്യയും എന്നോട് പറഞ്ഞു. വളരെ പെട്ടെന്ന് ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ 6 കുഞ്ഞിൻ്റെ പല്ലുകളൊക്കെ പുഴുപ്പല്ലായിരുന്നു. 6 പല്ലുകൾ കീറിയെടുത്തതിന് ശേഷമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയും ആ ദിവസങ്ങളിൽ ഒറ്റ ദിവസം തന്നെ 4 പല്ല് കീറിയെടുത്തു. പച്ചയ്ക്ക് കുത്തിവെച്ച് കീറിയെടുത്തതിൻ്റെ വേദനയെല്ലാം കൂടി ഓപ്പറേഷൻ 2 കേട്ട് കുഞ്ഞ് വല്ലാതെ ഭയപ്പെട്ടു. കുഞ്ഞിനോട് ഇത് പറയുമ്പോൾ കുഞ്ഞ് വിറയ്ക്കുകയാണ്, അമ്മ എൻ്റെ തല ഓപ്പറേഷൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഡോക്ടറുടെ അടുത്ത് നിന്നിറങ്ങി പിറ്റേന്ന് ഞാൻ തന്നെ കാർ ഓടിച്ച് ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. ഇതിൻ്റെ പുറത്ത് വന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എല്ലാ ഇടങ്ങളും പരീക്ഷിച്ച് നിസ്സഹായ അവസ്ഥയിൽ മാതാവിനെ മാത്രം ദൈവത്തെ ശരണം വെച്ചുകൊണ്ട് ഈ കൃപാസനത്തിൽ വന്ന ആ ദിവസം, അതിനു മുമ്പ് ഒരിക്കലും വന്ന പോലെ അല്ല ഞാൻ ഇവിടെ വന്ന് വിശ്വാസത്തിൽ ഉറച്ച് എനിക്കാരുമില്ല ഈ ഉലകത്തിൽ, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ, പരിശുദ്ധ അമ്മയും ദൈവമേ ഉള്ളൂ, മനുഷ്യരാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. എല്ലാ പ്രതിസന്ധികളും കൊണ്ട് ഈ തിരക്കിലേക്ക് ഞാൻ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നി എൻ്റെ തലയിലേക്ക് ആരോ ഒരു മുല്ലപ്പൂവിൻ്റെ കൊട്ട മറിച്ചിട്ടതുപോലെ. അത്രയ്ക്കും
മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. എൻ്റെ കൂടെ വന്ന ആൻറ്റിയോട് ഞാൻ ചോദിച്ചു, ഇത് എവിടുന്നാണ് മുല്ലപ്പൂവിൻ്റെ മണം? ആൻറ്റി പറഞ്ഞു എനിക്ക് വരുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഉടമ്പടി പുതുക്കുവാനായിട്ട് ഞാൻ താമസിച്ചാണ് വന്നത്. ഉടമ്പടി പുതുക്കി മേളിലെല്ലാം പോയി ഇവിടെ പുതുക്കിയ ഉടമ്പടിയുടെ പേപ്പർ ഇടാനായിട്ട് നിൽക്കുമ്പോൾ ആണ് ഞാൻ ഇവരോട് അച്ഛനെ കാണുന്ന കാര്യം ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവർ പറഞ്ഞു 2:30 മുമ്പേ അച്ഛനെ കാണുവാൻ ടോക്കൺ എടുക്കാൻ പറ്റുള്ളൂ, ഇനി പറ്റില്ല. അപ്പോൾ ഞാൻ എന്തിനെന്നറിയാതെ നിസ്സഹായ അവസ്ഥയിൽ ആ സൈഡിൽ ഈ ബാക്കിലായിട്ടൊന്ന് ഞാൻ പൊട്ടി കരഞ്ഞു. എന്നോടൊരു ചേച്ചി ചോദിച്ചു, എന്താണ് മോളെ ഇങ്ങനെ കരയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞിനൊരു ഓപ്പറേഷൻ പറഞ്ഞു, 2 ഓപ്പറേഷനാണ്, എനിക്ക് അച്ഛനെ കണ്ട് തലയ്ക്ക് പിടിപ്പിക്കണമെന്നുണ്ട്, അതിനുപോലും പറ്റിയില്ല, എനിക്ക് ഇടുക്കിക്ക് തിരിച്ചു പോകണം, എന്ത് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, അവിടെയൊക്കെ അടച്ചു പോയി, എന്നാൽ അവിടെ ഒന്ന് ചെന്ന് നോക്കിയാൽ ജനലയ്ക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കുമെന്ന്. പ്രിയമുള്ളവരെ, അതാരാണെന്ന് എനിക്കറിയില്ല. ഞാനിതിലെ നടന്ന ജനലയ്ക്കൽ ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഇരിക്കുന്നു. ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ആ ഓപ്പറേഷൻ്റെ പേപ്പർ പോലും ഞാൻ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലൊരു മാനസികാവസ്ഥയിലായിരുന്നു. വിങ്ങുന്ന ഹൃദയവുമായിട്ടാണ് ഞാൻ ഇന്ന് അതിലേ നടന്നത്. ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു, അപ്പുറത്തൊരു സിസ്റ്റർ കാണും, അവിടെ ചെന്ന് പറയൂ. എനിക്കറിയില്ല, ഒരു വെളുത്ത സിസ്റ്റർ അവിടെ നിന്നു. ആ സിസ്റ്റർ എൻ്റെ കയ്യിൽ ഒരു കുറിപ്പ് തന്നു. ഞാനത് ഇവിടെ ഇരിക്കുന്ന സിസ്റ്ററിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. ആദ്യമേ തന്നെ എന്നെ വിളിച്ചകത്ത് കയറ്റി എൻ്റെ ഉടമ്പടി ഇട്ടു. അതിനുശേഷം ഈ കുഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പൊട്ടി കരയുന്നു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോളെ കരയുന്നത്? അമ്മച്ചി, എൻ്റെ തല ഓപ്പറേഷൻ ചെയ്യുന്നത് എനിക്ക് പേടിയാ അമ്മയെന്ന് പറഞ്ഞ് കൊച്ചു നിന്ന് വിറയ്ക്കുകയാണ്. എനിക്കറിയില്ല ആരാണ് എന്നെ അന്ന് ഇവിടെ നിയന്ത്രിച്ചതെന്ന്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് കിട്ടിയ പേപ്പറുമായി ഏറ്റവും പിന്നിൽ പോയി നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ റോസ് പേപ്പറുമായി നിൽക്കുന്നു. ഞാനിവിടെ പറഞ്ഞതൊക്കെ ഉടമ്പടി എടുക്കാൻ പോയിരുന്നതുകൊണ്ട് പേപ്പറിൻ്റെ കളറിനെ കുറിച്ചൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വീണ്ടും പ്രായമുള്ള ഒരു സ്ത്രീ ഇതിൻ്റെ പിറകിൽ വന്നിട്ട് എന്നെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, നീ ഈ മഞ്ഞ പേപ്പറുമായി ഇവിടെ നിൽക്കാതെ ഏറ്റവും മുൻപിലേക്ക് ചെല്ലൂ, അച്ഛനിപ്പോൾ ചോദിച്ചതേ ഉള്ളൂ മഞ്ഞ പേപ്പറുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ പെട്ടെന്ന് മുൻപിലേക്ക് വന്നു. കുഞ്ഞിനെ അച്ഛൻ അടുത്തേക്ക് വിളിച്ചു. കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന പേപ്പർ ജോസഫ് അച്ഛൻ വാങ്ങിച്ചു. അച്ഛൻ അൾത്താരയിൽ ചെന്ന് പ്രാർത്ഥിച്ച്. ഞാൻ അന്ന് വരെ വിചാരിച്ചിരുന്ന കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ മുകളിൽ എവിടെയോ ആണ് ആദ്യത്തെ ഓപ്പറേഷൻ എന്നാണ്. പക്ഷേ അച്ഛൻ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് പെടലിയുടെ ഭാഗത്ത് കുരിശ് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു, അച്ഛൻ എന്താണ് അവിടെ കുരിശ് വയ്ക്കുന്നത്? എൻ്റെ വിചാരം മൂക്കിൻ്റെ മുകളിലാണ് ഒരു ഓപ്പറേഷൻ എന്നായിരുന്നു. അച്ഛൻ കുഞ്ഞിനെ ഒരു കാശ് രൂപ കൊടുത്തിട്ട്, ഒന്നും കുഴപ്പമില്ല, മോള് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഇവിടുന്ന് കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് ഇതുപോലെ ആളിനിടയിലൂടെ ഞാൻ ആ ഭാഗത്തെത്തിയപ്പോൾ വീണ്ടും ആദ്യത്തേതുപോലെ തന്നെ വളരെ മനോഹരമായി മുല്ലപ്പൂവിൻ്റെ സുഗന്ധം. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ ജീവിതത്തിൽ 2022 മുതൽ വന്നുവെങ്കിലും മാതാവ് എന്നെ തൊട്ടു എന്ന് ഞാൻ വളരെ വിശ്വാസത്തോടു കൂടി പറയുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നതിന് ശേഷം 8-ാം തീയതി ഞാൻ ഓപ്പറേഷന് പോയില്ല. വീട്ടിൽ ചില വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും മറ്റ് ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു. 15-ാം തീയതിയോട് കൂടി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരാവശ്യത്തിന് പാലാ മാർസ്ലിയ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പറഞ്ഞിരുന്ന കുട്ടിയാണ്, അതുകൊണ്ട് മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച്. ഡോക്ടർ പറഞ്ഞു, നമുക്ക് കുഞ്ഞിൻ്റെ തല സ്കാൻ ചെയ്തതിന് ശേഷം മറ്റേ ബുദ്ധിമുട്ടിന് മരുന്ന് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ആ പേപ്പറും കൊണ്ടുവന്ന് എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ 9 ഹോസ്പിറ്റലുകളിൽ പോയതിന് ശേഷമാണ് ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയത്. അവിടെ നിന്നാണ് എനിക്ക് ഓപ്പറേഷന് ഡേറ്റ് തന്നിരിക്കുന്നതെന്നും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ ഡോക്ടർ പറയാണ്, ഈ കുഞ്ഞിന് ചെവിയിലോ മൂക്കിലോ അങ്ങനെ നിങ്ങൾ പറഞ്ഞ അസുഖത്തിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല, ഇവൾക്ക് ഒരു ഓപ്പറേഷനും അസുഖവും ഒന്നുമില്ല, ഇവൾക്കൊരു പനിയുടെ മരുന്ന് പോലും നിങ്ങൾ കൊടുക്കണ്ട. അത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സാക്ഷ്യമായി. ഞാൻ അപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്ന് തന്നെ പലരോടും പറഞ്ഞു, ഇതേ ഞാൻ 10-ാം തീയതി ഓപ്പറേഷന് പറഞ്ഞിരുന്നതാണ്. 10ാമത്തെ ഹോസ്പിറ്റലാണ് ആസ്റ്റർ മെഡിസിറ്റി. എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് എത്രമാത്രം സ്തുതി പറഞ്ഞാലും മതിയാവില്ല. അത് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. 2-ാമത്തെ സാക്ഷ്യം, ആ മാസം തന്നെ 30-ാം തീയതി, അത് മെയ് 30-ാം തീയതി ഞാൻ ചേച്ചിയുടെ രോഗാവസ്ഥയും വീട് പണിയുമൊക്കെ ബന്ധപ്പെട്ട് ഹസ്ബൻഡ് കുറച്ച് കാലമായി ദുബായിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുകയായിരുന്നു. ഈ കുഞ്ഞിന് അസുഖം കൂടുന്ന സമയത്ത് അദ്ദേഹത്തിന് വിസ വരികയും പോവുകയും ചെയ്തു. പക്ഷേ ആ മാസം എനിക്കൊരു 15 ലക്ഷം രൂപ കൊടുക്കേണ്ടതുണ്ട്. ഞാനൊരു +2 അധ്യാപികയായിരുന്നത് കൊണ്ട് എന്നെ വിശ്വസിച്ച് തന്നതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് പൈസ കൊടുക്കാൻ 15 ലക്ഷം പോയിട്ട് 15,000 രൂപ പോലും കയ്യിലില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഞങ്ങളപ്പോൾ കഴിയുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് എന്നും പ്രാർത്ഥിക്കും. ഞാനും മക്കളും കൈപിടിച്ച് പ്രാർത്ഥിക്കും. കടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ ഡേറ്റ് എങ്ങനെ മാറ്റി പറഞ്ഞാൽ പറ്റത്തില്ല. അവർക്ക് ആ പൈസ വേണ്ടതാണ്. വീട്ടിൽ സത്യം പറഞ്ഞാൽ ഭക്ഷണം വെക്കാൻ പോലും മാനസികവും ശാരീരികവുമായി ഞാൻ ബുദ്ധിമുട്ടി. അത്രയ്ക്കും പ്രയാസപ്പെട്ടു. എന്തു ചെയ്യും? അങ്ങനെ 25-ാം തീയതി ആയിട്ടും ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ രൂപം, എനിക്ക് കിടന്നാൽ ഉറക്കം വരാഞ്ഞിട്ട് പരിശുദ്ധ അമ്മയുടെ രൂപം ഞാനും മക്കളും കിടക്കുന്ന കട്ടിലിൽ എൻ്റെ അടുത്ത്
എൻ്റെ തലഭാഗത്തായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ രൂപം കൊണ്ട് വെച്ചിട്ട് പരിശുദ്ധ അമ്മയുടെ കാൽഭാഗം ചേർത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അമ്മച്ചിയോട് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു, എൻ്റെ ചാച്ചനും അമ്മച്ചിയും മരിച്ചുപോയി, പരിശുദ്ധ അമ്മയും ഈശോയും ഇറങ്ങി വന്നേ പറ്റുള്ളൂ, എനിക്ക് അമ്മയോടെ പറയുവാനുള്ളൂ. അമ്മയുടെ രൂപം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ 3 രാത്രികളിൽ എൻ്റെ കൂടെ അമ്മയെ കിടത്തി ഉറക്കി. ഞങ്ങൾ കിടന്ന പുതപ്പിനകത്ത് പരിശുദ്ധ അമ്മയെ വെച്ച് ഞാൻ കിടന്നുറങ്ങി. അങ്ങനെ 29-ാം തീയതിയായി. 31-ാം തീയതിയാണ് എനിക്ക് പണം കൊടുക്കേണ്ടത്. ഞാനൊരു വീട് 1 വർഷത്തേക്ക് വാടകയ്ക്ക് നമ്മുടെ അവിടെ ഒറ്റിയെന്ന് പറയും കൊടുക്കാനിട്ടിട്ടുണ്ട്. അതല്ലാതെ മറ്റൊന്നുമില്ല. ഈ 3-4 മാസമായിട്ട് പരിശ്രമിച്ചിട്ടും അത് നടന്നിട്ടില്ല. ഇനി 3 ദിവസമേ ഉള്ളൂ. 1-ാം തീയതി സ്കൂൾ തുറക്കുമ്പോൾ എനിക്ക് മൂന്നാറിന് തിരിച്ചു പോകണം. ഒരു 10 മണിയായപ്പോൾ 29-ാം തീയതി 10 മണിയായപ്പോൾ ഞാൻ അടുക്കളയുടെ കിച്ചൻ്റെ സൈഡിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മോൾ ഓടി വന്ന് പറഞ്ഞു, അമ്മ ഒരു ചേട്ടൻ 2 ചേട്ടന്മാർ വന്ന് നിൽക്കുന്നു. ഞാൻ ഈ കത്തി വെച്ചിട്ട് കൈ പുറകിൽ പിടിച്ചുകൊണ്ട് ഫ്രണ്ടിൽ ചെന്നപ്പോൾ ആ ചേട്ടൻ പറയാണ്, ടീച്ചറെ ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നെന്ന് പറഞ്ഞല്ലോ ടീച്ചർ പോകുമ്പോൾ, ഇതൊന്ന് നോക്കാൻ വന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. ആദ്യം വന്ന ആ മനുഷ്യൻ 2-ാം നിലയിൽ നിൽക്കുമ്പോൾ വീണ്ടും ഒരു കാറ് വന്നു, അവർ 1-ാം നിലയിൽ നിന്നു. 3-മതൊരു കാറ് വന്നു, അവർ ഞങ്ങളുടെ സിറ്റൗട്ടിൽ നിൽക്കുന്നു. 4-മതും 5-മതും ഓരോ വണ്ടികൾ ഞങ്ങളുടെ മുറ്റത്ത് വന്നു. ഞാൻ പറഞ്ഞു, അവരെല്ലാവരും വീട് കാണാൻ വന്നതാണ്. ഞാൻ പറഞ്ഞു, 2 പേര് വീടിനകത്ത് നിൽക്കുകയാണ്, അവരിറങ്ങിയിട്ട് കാണാം. പ്രിയമുള്ളവരെ, 10-നും 10:15 ഇടയ്ക്ക് 5 ബ്രോക്കർമാർ എൻ്റെ വീട്ടിൽ ആൾക്കാരെയും കൊണ്ടുവരികയും അവിടെ വെച്ച് തന്നെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞതിനേക്കാൾ 2.5 ലക്ഷം രൂപ കൂട്ടി എനിക്ക് വീടിന് അഡ്വാൻസ്, ആ ഒറ്റ വർഷത്തെ വാടകയ്ക്ക് അഡ്വാൻസ് തരികയും ചെയ്തു. ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ വലിയ മിറക്കളെന്നല്ലാതെ എന്താണ് പറയുക. ആ 15 മിനിറ്റ് കൊണ്ട് 5 കൂട്ടരാണ് എൻ്റെ വീട്ടിൽ വന്ന. 6 മാസം കൊണ്ട് ഞാൻ നോക്കിയിട്ട് ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് പരിശുദ്ധ അമ്മ നടത്തി തന്നത്. അങ്ങനെ ആ മെയ് 30 അന്ന് തന്നെ മുഴുവൻ പൈസയും അക്കൗണ്ടിലേക്കിട്ട് മെയ് 31-ന് ആ പണം കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ ജീവിതത്തിൻ്റെ പല ആത്യന്തിക ഘട്ടങ്ങളിലും പരിശുദ്ധാമ്മ നേരിട്ട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കൈ പിടിച്ച് നടത്തിയ അനുഭവങ്ങൾ എൻ്റെയും മക്കളുടെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിലുണ്ട്. ഇനിയും ജീവിതത്തിലെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെയും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ജീവിതത്തിൽ അവസാന നിമിഷത്തിൽ ഇടപെടുമെന്നും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും തകരാതെ തളരാതെ തോണി മുങ്ങുന്ന സമയത്തെങ്കിലും മാതാവ് കരം പിടിച്ചുയർത്തുമെന്നും എനിക്ക് വലിയ വിശ്വാസമാണ്. എൻ്റെ ഈ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ തന്നെ അതിന് വലിയൊരു തെളിവാണ്. എൻ്റെ ഓപ്പറേഷൻ മാറ്റി തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഞാൻ മൂന്നാർ അടുത്തൊരു +2-ലാണ് ജോലി ചെയ്യുന്നത്. പലപ്പോഴും അവിടെയൊക്കെ കുടികളിലെ കുട്ടികളൊക്കെ പഠിക്കുന്ന ഇടങ്ങളാണ്. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ പലർക്കും വീട്ടിലെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ വീട്ടിൽ ചിലവിന് പോലും കൊടുത്ത് കുട്ടികളെ കൊണ്ടുവരേണ്ട, ബസ് ഫീസുകളൊക്കെ കൊടുത്ത് കുട്ടികളെ കൊണ്ടുവരേണ്ട അവസ്ഥയുണ്ട്. എൻ്റെ ഏത് പ്രതിസന്ധിയിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ കുടുംബത്തിന് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രോഗികൾക്ക് നമ്മുടെ കയ്യിലില്ലെങ്കിലും അവർ ചോദിക്കുമ്പോൾ എവിടെ നിന്നാണെങ്കിലും കുറച്ചെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി എല്ലാ ദിവസവും എൻ്റെ ഫോണിൽ ആദ്യം ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും മുമ്പിലിരുന്ന് വചനം വായിച്ച് എൻ്റെ അന്നത്തെ ദിവസം കർത്താവിന് സമർപ്പിച്ചിട്ടാണ് ഞാൻ കിച്ചണിൽ പോയി ചായ ഇടാറുള്ളൂ. എൻ്റെ ഫോണിൻ്റെ എല്ലാ ദിവസവും ആദ്യത്തെ സ്റ്റാറ്റസ് ഞാൻ വായിക്കുന്ന ബൈബിൾ വചനങ്ങളാണ്. അതുപോലെ തന്നെ വീട്ടിലെ പ്രാർത്ഥന, അതുപോലെ തന്നെ ഞാൻ പോകുന്ന ഇടങ്ങളിൽ ചിലപ്പോഴൊക്കെ ക്ലാസ് എടുക്കാനോ കുട്ടികളോട് സംസാരിക്കാനോ ഒക്കെ പോകുമ്പോൾ ഇങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. കൃപാസനത്തിൽ നിന്ന് കിട്ടിയ പത്രം പലപ്പോഴും ഞാൻ ബസ് സ്റ്റാൻഡുകളിലും മറ്റിടങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ കൊടുക്കാറുണ്ട്. കഴിഞ്ഞ മാസമാണെങ്കിലും വന്നില്ലെങ്കിൽ എൻ്റെ നാത്തൂൻ ഇവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ടുവന്ന പത്രങ്ങൾ കൊടുക്കാറുണ്ട്. മക്കളെ കൊണ്ട് 3 പേരെ കൊണ്ടും വിശ്വാസ ജീവിതത്തിൽ അടിയുറപ്പിച്ച് ജീവിക്കുവാനും അവരും നല്ല വിശ്വാസികളായി നല്ല രീതിയിൽ വിശ്വാസത്തിൽ ജീവിക്കുന്നതും അവർ വഴി മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കൃപാസനത്തിലെ ഉപ്പും തൈലവും ഒക്കെ എല്ലാവർക്കും കൊടുത്ത് വിശ്വാസം അവരെ കൂടി വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഒത്തിരി ഒന്നും ചെയ്യാറില്ലെങ്കിലും ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളിൽ പറ്റുന്നത്ര പുണ്യപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന കൃപാസനവുമായി ബന്ധപ്പെട്ടതിന് ശേഷം എൻ്റെ വ്യക്തി ജീവിതത്തിൽ അടിയുറച്ച ദൈവവിശ്വാസവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും മറ്റുള്ളവരെ കൂടി ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും മറ്റ് ഫോണും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ സമയം രാത്രിയിൽ ഞാനും എല്ലാവരും കിടന്നുറങ്ങുന്നത് ഇവിടുത്തെ സാക്ഷ്യം കേട്ടുകൊണ്ടാണ്. ഒരു ദിവസം സാക്ഷ്യം വെക്കാതെ ഞാൻ കിടക്കാൻ ശ്രമിച്ചാൽ, ഞാൻ എന്തെങ്കിലും വാർത്ത വെച്ചാൽ അപ്പം തന്നെ കുഞ്ഞ് പറയും, അമ്മേ സാക്ഷ്യം വെച്ചല്ലേ എന്നും ഉറങ്ങാറ്, സാക്ഷ്യം വെക്കാൻ പറയും. സാക്ഷി ഓൺ ചെയ്ത് അത് എപ്പോഴാണോ തീരുന്നതെന്ന് എനിക്കറിയില്ല, അതിനിടയ്ക്ക് എപ്പോഴും ഉറങ്ങിപ്പോകും. അങ്ങനെ വളരെ വലിയ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അടിയുറച്ച് പോകുവാനും മറ്റുള്ളവരിലേക്ക് കൂടി ഈ വിശ്വാസത്തിൻ്റെ
നന്മ കൊടുക്കുവാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇനിയുള്ള പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മ നിലനിർത്തും എന്ന് തന്നെ വിശ്വസിച്ച് ഉറച്ചു പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ജീവിതം കൊണ്ടും ഇവിടെ വന്നു നിന്നുകൊണ്ടും 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. സങ്കീർത്തനങ്ങൾ 32, 6, 7 തിരുവചനങ്ങൾ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോടെ പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിന് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. റോസമ്മ സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി മകളോടൊപ്പം ചേർന്ന് നിന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ നന്മകളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി പറയുന്നുണ്ട് മകളുടെ രോഗാവസ്ഥയെക്കുറിച്ച്. ഏറെ ക്ലേശത്തോടു കൂടി, ഏറെ സങ്കടത്തോടു കൂടി വലിയ ദുരിതങ്ങൾ മോളുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് കുടുംബം അനുഭവിച്ചിരുന്നു. വലിയ ആശുപത്രികളിലെ ചികിത്സകൾ തേടിയിരുന്നു. എന്നാൽ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ മകളെ സൈത്ത് പൂശി ബലപ്പെടുത്തുകയും കുരിശുരൂപം വെച്ചുകൊണ്ട് അമ്മ മാതാവിന് പ്രതിഷ്ഠിച്ച മകളെ പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ പൂർണ്ണമായി ആ ഗൗരവമുള്ള രോഗം, രക്തം വരുന്നതും മറ്റ് ക്ലേശങ്ങളുമുള്ള രോഗം പൂർണ്ണമായി നിലയ്ക്കുകയും പിന്നീട് ഇന്ന് വരെയും മരുന്നോ മറ്റൊരു കാര്യമോ ഇല്ലാത്ത വിധം മകൾ പൂർണ്ണ ആരോഗ്യത്തിൽ എന്ന സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി നടക്കുന്നു, പഠിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ജീവിതത്തിൽ തന്നെ വലിയൊരു കടബാധ്യത. അത് വീട് പണയം വെച്ചെങ്കിലും മാറ്റുവാൻ വേണ്ടി 6 മാസമായി കഷ്ടപ്പെട്ടിട്ട് അതൊന്നും നടക്കാതെ ക്ലേശിച്ചിരുന്ന ദിവസങ്ങളിൽ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഇനി 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, അമ്മ മാതാവ് ഇടപെടുകയും സഹായിക്കുകയും വേണമെന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ 5ഓളം പേര് ആ വീട് ഒറ്റയ്ക്കെടുക്കുന്നതിനും വാടകയ്ക്കെടുക്കുന്നതിനുമായി അന്വേഷിച്ച് വരികയും വിചാരിച്ചിരുന്നതിലും 3 ലക്ഷത്തോളം രൂപ കൂടുതൽ നൽകിക്കൊണ്ട് ആ വീട് അവരെടുക്കുകയും ചേച്ചിക്ക് സമയത്ത് തന്നെ എല്ലാ കടബാധ്യതകളും നീക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുകയും ചെയ്തു. അത്ഭുതകരമായിട്ട് അമ്മ മാതാവിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ ലഭിച്ചതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. അച്ഛനെ കാണുവാൻ വേണ്ടി ആശുപത്രിയിൽ നിന്നും വലിയ നിലവിളിയോടുകൂടി ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ സുഗന്ധ അഭിഷേകം ലഭിച്ചതിന്, അമ്മ മാതാവിൻ്റെ പ്രസൻസ് ലഭിച്ചതിന്, അത് അച്ഛനെ കാണുവാനുള്ള സാഹചര്യം പോലും ഇല്ലാതിരുന്നിട്ടും അത് മകൾക്ക് കാണിക്കുവാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചതും അച്ഛൻ പ്രാർത്ഥിച്ച ആ നിമിഷം മുതൽ തിരികെ പോകുമ്പോൾ വീണ്ടും സുഗന്ധാഭിഷേകം ലഭിച്ചുകൊണ്ട് അമ്മ മാതാവ് കൂടെ ഉണ്ടെന്നും അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിലുള്ള ഈ പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായി മകൾ ബലപ്പെടുന്നുവെന്നും സൗഖ്യപ്പെടുന്നുവെന്നും പൂർണ്ണമായി വിശ്വസിക്കുവാനുള്ള കൃപ ലഭിക്കുകയും ചെയ്തു. സഹോദരിയുടെ വാക്കുകളിൽ എങ്ങനെ ഉടമ്പടി ജീവിതം നയിക്കണമെന്ന്, വലിയ ക്ലേശങ്ങളിലും എങ്ങനെ പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഒരു നിയോഗം കൊടുത്താൽ അത് പൂർണ്ണമായി തിരുക്കുമാരന് കൊടുത്തുകൊണ്ട് നമ്മളെ അവസാന നിമിഷമെങ്കിലും അനുഗ്രഹിച്ച് സഹായിക്കുമെന്ന ഉറപ്പാണ് മകളുടെ വാക്കുകളിലൂടെ കൈമാറുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മനോജ് എം ജി. ഞാൻ സ്ഥലം നെയ്യാറ്റിൻകരയാണ്. എൻ്റെ മൂത്ത മകൻ 5 വയസ്സുള്ള ജോൻ ദൈവം നൽകിയ സൗഖ്യത്തെ ഓർത്താണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവന് കഴിഞ്ഞ ജൂലൈയിൽ ഒരു പനി വന്നു. തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ തക്കാളിപ്പനി എന്ന് പറഞ്ഞ് ഒരാഴ്ചത്തെ മരുന്ന് വന്നു, കഴിച്ചു, മാറി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പനി വന്നു. വീണ്ടും അതേ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കും വൈറൽ ഫീവറാണെന്ന് പറഞ്ഞു. ഒരാഴ്ചത്തെ മരുന്ന് വന്നു, കഴിച്ചു, മാറി. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പനി വന്നു. അന്നേരവും അതേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കുറഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് ഛർദിലും പനിയുമായി. അന്നേരം വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രിപ്പിട്ടു, മരുന്ന് കഴിച്ചു, മാറി. രാത്രിയിൽ വീട്ടിൽ വന്നു. 12 മണിയായപ്പോഴത്തേക്കും വിറയലും പനിയും വീണ്ടും കൂടി. കാരക്കോണം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് 10 ദിവസത്തോളം അഡ്മിറ്റ് ചെയ്തു. പനി മാറി വീട്ടിൽ വന്നു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പനിയായി. കാട്ടാക്കടയിലുള്ള നെയ്യാർ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പല ടെസ്റ്റുകളും ചെയ്തു. അവിടുന്ന് സുഖമില്ല, കുറവില്ല. ഓണത്തിൻ്റെ അന്ന് നേരെ SIT ഹോസ്പിറ്റലിലേക്ക് പോയി. SIT ഹോസ്പിറ്റലിൽ 4 ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തു.
പല ടെസ്റ്റുകൾ ചെയ്തു. ഒരേ ടെസ്റ്റ് തന്നെ പല ലാബുകളിൽ കൊടുത്ത് ചെയ്തു. SITയിലെ ലാബിലും മെഡിക്കൽ കോളേജ് ലാബിലും പ്രൈവറ്റ് ലാബിലും എല്ലാം കൊടുത്തു. എന്നിട്ടും പനിയുടെ കാരണം കണ്ടുപിടിക്കാനായില്ല. അപ്പോഴത്തേക്കും കഴുത്തിലും കക്ഷത്തിലും വയറിലുമൊക്കെ മുഴയായി. അവർ എന്താണ് കാരണമെന്ന് പറയാനായിട്ട് അവർക്കും സാധിക്കുന്നില്ല. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും SITയിലെ മെയിൻ ഡോക്ടറും ഒരു കൂട്ടം മറ്റ് അസോസിയേറ്റ് ഡോക്ടേഴ്സും കടന്നു വന്നു. ഇവനെ പെട്ടെന്ന് തന്നെ RCCയിലേക്ക് കൊണ്ടുപോകണം, ഇനിയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ അവിടെ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളാകെ തകർന്നു പോയി. പ്രാർത്ഥനയോട് കൂടെ എന്തായാലും RCCയിൽ പോയ ഉടൻ തന്നെ അവിടെ നിന്ന് കുറേ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അവർ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല അന്നേരം. പക്ഷേ ലിഫ്റ്റിൽ തിരിച്ച് വരുന്ന സമയത്ത് അവിടുത്തെ നേഴ്സിനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ബ്ലഡിൽ ക്യാൻസർ, ലൂക്കീമിയ എന്നാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ആകെ തകർന്നു. എൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട പലരിടത്തും ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. ഞങ്ങളും അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. വീട്ടിൽ അന്ന് RCCയിൽ വെച്ച് കീമോയുടെ ആ വാർഡിൽ കൊണ്ടുപോയി ഒരു ട്രിപ്പ് ഇട്ടു. 4.5 മണിക്കൂർ ട്രിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോളൂ, നാളെ രാവിലെ വന്നിട്ട് ബോൺ മാരോ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അന്നേരം രാത്രി തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഒരു റൂം എടുത്തു. 11 മണിയായി. ഒരു റൂം എടുത്തു. അവിടെ വന്ന് ഞങ്ങൾ ആദ്യം റൂമിൽ കയറി ഇവിടുത്തെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥിച്ചു. മെഴുകുതിരി കത്തിച്ച് വെച്ച് ഉടമ്പടി തൈലം ദേഹം മൊത്തം പൂശി എണ്ണ പൂശി പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ രാവിലെ ബോൺ മാരോ ടെസ്റ്റ് ചെയ്തു. അന്നത്തെ ദിവസം ആദ്യത്തെ റിസൾട്ടിൽ നെഗറ്റീവാണ്, വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എങ്കിലും മെയിൻ റിസൾട്ടുകൾ 4 ദിവസം കഴിഞ്ഞും 2 ആഴ്ച കഴിഞ്ഞും ഒക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ദൈവകൃപയാൽ, പരിശുദ്ധ മാതാവിൻ്റെ കൃപയാൽ, പ്രാർത്ഥനയുടെ ഫലത്താൽ കുഞ്ഞിന് ആ ഒരു പ്രശ്നമില്ല. വേറെ ഈ ക്യാൻസറിൻ്റെ ഒരു രോഗം കുഞ്ഞിൻ്റെ ശരീരത്തിലില്ല എന്നറിയുവാൻ ദൈവകൃപയാൽ സാധിച്ചു. ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കുഞ്ഞിന് നൽകിയ സൗഖ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ദൈവകൃപയാൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ അതിന് മുന്നേ ഒത്തിരി അനാഥാലയങ്ങളിൽ ഞങ്ങൾ സഹായിച്ചു വരുന്നു. കുഞ്ഞിൻ്റെ പേരിലുണ്ടായിരുന്ന പല നേർച്ചകളുണ്ടായിരുന്നു. ഇവിടുത്തെ സാക്ഷ്യം പറയുന്ന വലിയൊരു നേർച്ചയായിരുന്നു. അത് ദൈവകൃപയാൽ ഇന്ന് സാധിച്ചു. ഇവൻ്റെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അനാഥാലയങ്ങളിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനും സഹായിക്കാനും ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെയ്യുവാൻ സാധിച്ചു. ഒത്തിരി ദൈവത്തോട് അകന്നു പോയത് ദൈവത്തിനോട് അടുക്കുവാനുള്ളൊരു മുഖാന്തരമായി ഞാനത് കാണുന്നു. ഒത്തിരി ദൈവത്തോട് അടുക്കുവാൻ എനിക്കിപ്പോൾ സാധിച്ചു. വളരെ ഇന്നിപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തിൽ ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. വളരെ സന്തോഷമാണ് മനസ്സിൽ. ഒന്നുമില്ലാത്ത അവസ്ഥയിലും എല്ലാം ഉള്ളവനെ പോലെ ദൈവം നടത്തുന്നു. മാതാവിന് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. വെളിപ്പാട് 7-ാം അധ്യായത്തിൽ ദൈവം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. തൻ്റെ മകൻ്റെ രോഗസൗഖ്യമാണ്. മകൻ എന്തായിരുന്നു അസുഖമെന്നും, എന്നാൽ എത്ര ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി, എത്ര ഡോക്ടേഴ്സ് പ്രൂവ് ചെയ്തു. അതിനൊക്കെ ശേഷം ബോൺ മാരോ ടെസ്റ്റ് പറയുകയാണ്. അപ്പോൾ തങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതും ബോൺ മാരോ ടെസ്റ്റ് നടത്തുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല, കുഞ്ഞിന് ലുക്കേമിയ ആണ് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ആ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള അണുക്കളും ആ കുഞ്ഞിൻ്റെ ശരീരത്തിലില്ല എന്നാണ് നാം ഇപ്പോൾ കേട്ടത്. തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തനിക്ക് ഈ ഒരു തൻ്റെ മകൻ്റെ രോഗം കൂടുതൽ തന്നെ അടുപ്പിച്ചു. ഇവിടെ വന്ന് മറ്റുള്ളവരുടെ മുൻപിൽ സാക്ഷ്യം പറയുക തൻ്റെ മകന് വേണ്ടിയിട്ട്, അത് തൻ്റെ ഒരു ജീവിത നിയോഗമായിട്ട് തന്നെ ഈ പിതാവ് എടുക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ദൈവത്തിന് സാക്ഷ്യം പറഞ്ഞ് തൻ്റെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയോടെ മുമ്പോട്ട് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം തന്നെ രൂപപ്പെട്ടു വരുന്നു. ഇന്ന് ഉടമ്പടിയിലൂടെ കിട്ടുന്ന എല്ലാ കൃപകൾക്കും അത് ഭൗതികമായത് മാത്രമായിട്ട് മാറ്റിവെക്കാതെ അതിലൂടെ തങ്ങൾക്ക് ലഭിക്കുന്ന ആത്മീയമായ ധൈര്യം, ബലം, ഇതൊക്കെയാണ് ഇന്ന് വ്യക്തികൾ ലോകത്തോട് വിളിച്ചു പറയുക. രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം എങ്ങനെ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഇവിടെ ഈ മകൻ വെളിപ്പെടുത്തുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് അഖില. ഞാൻ വയനാട് നിന്നാണ് വരുന്നത്. 15/5/2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ അറിയുന്നത് നമ്മുടെ ധ്യാനത്തിലൂടെയും സാക്ഷ്യങ്ങളിലൂടെയായിരുന്നു. അതുവഴിയാണ് ഞാനിവിടെ വന്നത്.
അതിനുശേഷം എനിക്ക് കുറേ നാളായിട്ടുള്ള 16 വർഷത്തോളമായിട്ടുള്ള എനിക്ക് അലർജി ഉണ്ടായിരുന്നു. കുറേ മരുന്നുകൾ കഴിച്ചിട്ടുണ്ട്. ഹോമിയോ ആയിട്ടും ഇംഗ്ലീഷായിട്ടും ഒരുപാട് മരുന്നുകൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ഞാൻ അത് നിർത്തി. കാരണം അത് ഭയങ്കര സിവിയർ ആയിരുന്നു, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ എൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും സ്ഥിരമായിട്ട് ഞാൻ തേക്കുമായിരുന്നു. തൈലം ഞാൻ മൂക്കിലും എൻ്റെ ചങ്കത്തുമായിട്ട് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ അലർജി അസുഖം പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു. അതുപോലെ ഇതെൻ്റെ മകനാണ് എഡ്വിൻ. ഇവൻ UKG പഠിക്കുന്നു. ഇവന് 3 വർഷമായിട്ട് ഇവന് അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു. വയനാടുകളിൽ ഉള്ള ഹോസ്പിറ്റൽ മുഴുവൻ ഞാൻ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം കോഴിക്കോടും കൊണ്ടുപോയി കാണിക്കുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് ഒരു ഡോക്ടർ പറഞ്ഞു ഇവന് അലർജിയാണെന്ന് പറഞ്ഞു. അതായത് ശ്വാസം മുട്ടൽ, പെട്ടെന്ന് ചുമ വരികയും പിന്നെ ശ്വാസം മുട്ടൽ വരികയും പിന്നെ ഇവന് വേഗം ഓക്സിജൻ ലെവൽ കുറയുകയും ചെയ്യും. അങ്ങനെ എല്ലാ മാസവും ഒരു 2 വർഷത്തോളം ഇവന് ഹോസ്പിറ്റലിൽ മാസം കടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു മാസം തന്നെ 2 പ്രാവശ്യങ്ങളിൽ ഞങ്ങൾ കടക്കേണ്ടി വന്നിട്ടുണ്ട് ഇവനെയും കൊണ്ട്. അതിനുശേഷം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തൈലവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉപ്പും കൊടുക്കുമായിരുന്നു. തേനും സ്ഥിരമായി കൊടുത്തതിന് ശേഷം ഇവന് പൂർണ്ണമായിട്ട് ഇപ്പം മാറി. അന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു ഇവന് 16 വയസ്സാവാതെ ഇവൻ്റെ അലർജി ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും പത്രവിതരണത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മോനെ മാറ്റിയത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത്, അതായത് ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉപ്പുറ്റി വേദനയും അതുപോലെ തന്നെ എൻ്റെ കാലിൻ്റെ മുട്ട് ഭയങ്കര വേദനയായിരുന്നു. പച്ചവെള്ളം എനിക്ക് ഒട്ടും തൊടാൻ പറ്റില്ലായിരുന്നു. ചെരുപ്പിടാതെ എനിക്കൊരു 2-3 മിനിറ്റ് പോലും നടക്കാൻ പറ്റാത്ത വിധമായിരുന്നു എൻ്റെ അസുഖം. അത് ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ച് അതിനുശേഷം പൂർണ്ണമായിട്ട് മാറി. അത് മാറിയെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞങ്ങൾ വയനാടാണ് കോളയാടെന്ന് പറഞ്ഞ സ്നേഹഭവനിൽ പോയി. അവിടെ പോയി ഞങ്ങൾ അന്തേവാസികളെ തുണി അലക്കാറുണ്ട്. തുണി അലക്കുന്നത് അവിടെ തൊട്ടടുത്തുള്ള ഒരു തോട്ടിൽ നിന്നിട്ടാണ് തുണി അലക്കുകയും മുരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നീട് മനസ്സിലായത് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെള്ളം തട്ടിയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. പരിശുദ്ധ അമ്മയ്ക്കും തൃക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും നാൾ തന്ന ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ തന്നെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞായറാഴ്ചകൾ മാത്രമേ കുർബാനയ്ക്ക് പോവുകയുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കിട്ടുന്ന സമയമൊക്കെ പ്രാർത്ഥിക്കുവാനും കുർബാനകളിൽ പങ്കെടുക്കുവാനും വിശുദ്ധ ബൈബിൾ വായിക്കുന്നതിനായിട്ടും കൊന്തകൾ ചെല്ലാനായിട്ടും ഒക്കെ പരിശുദ്ധ അമ്മ മാതാവ് ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ പത്രവിതരണ പ്രവർത്തനമാണെങ്കിലും കടകളിലായാലും ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിലായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലായാലും വീടിൻ്റെ അടുത്തുള്ള അയൽവാസികളുടെ അടുത്തൊക്കെ ആയാലും ഞാൻ ഏത് സമയമൊന്നുമില്ല, ചിലപ്പോൾ നട്ടുച്ചയ്ക്കായിരിക്കും പോകുന്നത്, ഏത് സമയത്തായാലും ഞാൻ പത്രവിതരണം നല്ലതുപോലെ ചെയ്യാറുണ്ടായിരുന്നു. എല്ലാവരോടും ഈശോയെക്കുറിച്ച് പറയാറുണ്ട്. ഞാൻ കാരണം ഇവിടെ വന്ന അക്രൈസ്തവരായാലും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളുണ്ടായി. സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. കുറച്ച് നാളായിട്ട് ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഉപ്പ് വിതറി 4 വർഷമായിട്ടുള്ള സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കിയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട് ഫോറസ്റ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ആർക്കും അത് എടുക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആ സ്ഥലം ഞങ്ങൾക്ക് വിറ്റ് കിട്ടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഈ മോന് ചെറുതായിട്ട് കണ്ണിങ്ങനെ ചിമ്മുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അതുപോലെ ചിലൊരു വിക്കൽ പോലെ ഉണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മ ഉടമ്പടി തൈലം വഴി പൂർണ്ണമായിട്ട് മാറ്റി തന്ന എല്ലാ നന്മകളെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം അരുളി ചെയ്യുന്നു, കർത്താവെ, മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അവിടുത്തേക്ക് അധികാരമുണ്ട്. മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുന്നതോ അവിടെ നിന്ന് കയറ്റുന്നതോ അവിടുന്നാണ്. വർഷങ്ങളായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന പല രോഗ അവസ്ഥകൾ, 16 വർഷമായിട്ടുള്ള അലർജി, 15 വർഷമായിട്ട് തനിക്കുണ്ടായിരുന്ന ഉപ്പൂറ്റി വേദന, 3 വർഷമായിട്ട് മകൻ്റെ അലർജി രോഗം, സംസാരത്തിനും ഒക്കെ അവനുണ്ടായിരുന്ന വിക്ക്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തനിക്ക് എങ്ങനെ ഉടമ്പടി എടുത്തത് മൂലം പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യം പറയാം എന്നുള്ള ആ ഒരു വാക്ക് അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് നാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃപകൾ അത് പിന്നീട് വന്ന് ലോകത്തോട് മൊത്തം വിളിച്ചു പറയുവാനും നമ്മുടെ കുടുംബത്തെ ഒന്നുകൂടി ദൈവസന്നിധിയിൽ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ദൈവസന്നിധിയിൽ നാം
നമ്മെ ഓർക്കുന്നതിനിടവരുത്തുകയാണ്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള മനുഷ്യനെ പാതാളത്തിലേക്ക് ഇറക്കുവാനും അവിടെ നിന്ന് കയറ്റുവാനും ശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നാം ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. എല്ലാവരുടെയും മുൻപിൽ നാം സാക്ഷ്യം വഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സാക്ഷ്യം പറയുന്നതിന് മടി വിചാരിക്കരുതെന്ന് പറയുക. നമുക്ക് കിട്ടുന്ന കൃപകളാണ് അത്. നാം ലോകത്തെ അറിയിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബം എങ്ങനെയാണ്, താൻ എന്ന വ്യക്തി എങ്ങനെയാണ് കുടുംബത്തിന് ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഒരു വ്യക്തിയായിട്ട് ഈ മകൾ എങ്ങനെ മാറി, തൻ്റെ വ്യക്തി ജീവിതം എങ്ങനെ മാറി, ആത്മീയ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എല്ലാറ്റിനും നന്ദി പറയുന്ന ഈ മകളോടൊപ്പം നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. എൻ്റെ പേര് അനിത. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 10-നാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും പോയി. പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് IVF ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ IVF ചെയ്യാണ്ട് ട്രീറ്റ്മെൻറ്റ് നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം എനിക്ക് സൗദിയിൽ ജോലി കിട്ടുകയും ഞാൻ സൗദിയിൽ ജോലിക്കായിട്ട് പോവുകയും ചെയ്തു. എന്നാൽ എൻ്റെ ഡാറ്റ ഫ്ലോയിൽ കുറച്ച് പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് ഡാറ്റ ഫ്ലോ റെഡിയായി കിട്ടിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഉടമ്പടി എടുത്ത് ഇവിടെ നിന്ന് പോയി ബസ്സിൽ കയറുന്ന സമയത്ത് തന്നെ എനിക്ക് മെയിൽ വന്നു, എൻ്റെ ഡാറ്റ ഫ്ലോ റെഡിയായി എന്നും പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ സൗദിയിൽ ജോലിക്ക് പോയി, ഹസ്ബൻഡിനെയും കൊണ്ടുപോയി. അതിനുശേഷം ഹസ്ബൻഡിന് ഹാർട്ട് അറ്റാക്ക് വരികയും ഞങ്ങൾ തിരിച്ചിവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഡിസംബർ 26-ന് 2021 ഡിസംബർ 26-ന് വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ജനുവരി 2-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീണ്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു IVF ചെയ്താൽ 20% പോലും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഡോണറെ വെച്ചിട്ട് IVF ചെയ്യാനാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. അത് എനിക്ക് ഓവം മെച്യൂർ ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഹോർമോൺ, ആൻറ്റിമുലേറിയൻ ഹോർമോൺ, അത് 0.7 ആയിരുന്നു. അതുകൊണ്ട് ചാൻസ് തീരെ കുറവാണ് എന്നും ഡോക്ടർ പറഞ്ഞത്. അതിന് ശേഷം ഞാൻ സൗദിക്ക് തിരിച്ചു പോവുകയും ആകെ ഡിപ്രഷനിലാകുകയും ചെയ്തു. അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയെങ്കിലും ഞാൻ കൂടുതലായിട്ട് ബൈബിൾ വായിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി യൂട്യൂബിലൂടെ. ജോലിക്ക് പോയാലും പ്രസംഗങ്ങൾ കേൾക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് ഞങ്ങൾ സ്വയം ട്രീറ്റ്മെൻറ്റ് നിർത്തുകയും ഇനിയൊരു ഞങ്ങളുടെ ജീവിതത്തിലൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അത് ദൈവനാമം മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രം മതിയെന്ന് തീരുമാനിക്കുകയും ഞങ്ങളങ്ങനെ ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടും നിർത്തി. ഏപ്രിൽ മാസത്തിൽ ഞാൻ കൺസീവ് ആവുകയും ചെയ്തു. ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഒരു മരുന്നും ഇല്ലാതെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആവുകയും പ്രായത്തിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, എനിക്കിപ്പോൾ 39 വയസ്സുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ദൈവം പ്രഗ്നൻസിയിൽ എന്നെ ഞങ്ങളെ കാത്തുരക്ഷിച്ചു. പ്രഗ്നൻസിയിൽ എനിക്ക് വയറിന് താഴെ ഒരു കുരു എന്ന്, അത് നെല്ലിക്ക വലിപ്പത്തിലായിട്ട് പഴുത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഇരുന്ന് ഒരു മരുന്നും കഴിക്കാതെ മാതാവിൻ്റെ തൈലവും ഉപ്പും കഴിച്ച് തന്നെ എനിക്കത് സുഖപ്പെട്ട് കിട്ടി. ഈ നവംബർ 21-ാം തീയതി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ ബസ് സ്റ്റാൻഡിലും അങ്ങനെ ജോലി ചെയ്യുന്നിടത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സാലറി കിട്ടുന്നതിൽ ഒരംശം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള അനാഥാലയത്തിൽ അമ്മമാർക്ക് ഫുഡ് എന്നുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനും അങ്ങനെയായിട്ട് ചെയ്യുന്നുണ്ട്. ബൈബിൾ വായന ഉടമ്പടി എടുത്ത സമയത്തൊന്നും അങ്ങനെ അധികം ചെയ്യാറില്ല. പക്ഷേ ഹസ്ബൻഡിനും കൂടെ ഇങ്ങനെ അറ്റാക്കൊക്കെ വന്നതിന് ശേഷം പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് ഒത്തിരി രാത്രികളിലും ഡ്യൂട്ടിക്ക് പോയാലും എല്ലാം ബൈബിൾ വായിച്ച്, ബൈബിൾ തന്നെ ആഹാരം പോലെ വായിക്കുമായിരുന്നു. അതുപോലെ വായിച്ച് ബൈബിൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് ദൈവം ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നെന്ന് ഏറ്റുപറഞ്ഞ് സാക്ഷ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയായിട്ട് ലോകത്തിലേക്ക് പൂജാതനായ ഈശോയെ നമുക്ക് സുവിശേഷത്തിലൂടെ കാണുവാൻ കഴിയും. സകലർക്കും വേണ്ടിയിട്ടുള്ള രക്ഷ, ഈ സകലർക്കും വേണ്ടിയിട്ടുള്ള രക്ഷയായ ദൈവപുത്രൻ എങ്ങനെയാണ് പിന്നീട് ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവർ വിളിക്കുമ്പോഴൊക്കെ അവർക്ക് സമീപസ്ഥനായിട്ട്
തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരം നിറഞ്ഞ പല അവസരങ്ങൾ, അതായത് തങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഈ ദമ്പതികൾ. 11 വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞില്ലായിരുന്നു എന്നും കുഞ്ഞിനെ കിട്ടാനുള്ള ചാൻസ് എത്രമാത്രമാണ്, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് ഡോക്ടേഴ്സ്. അങ്ങനെ IVF ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി പിന്നീട് IVF എടുത്താൽ പോലും കുഞ്ഞിനെ ലഭിക്കാൻ സാധിക്കുകയില്ല, സാധ്യമല്ല. 20% മാത്രമേ ഡോക്ടേഴ്സ് അതിന് സപ്പോർട്ട് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ഡോണറിനെ വെച്ച് IVF ചെയ്യാം. ഇതൊക്കെ കേൾക്കുന്ന ദമ്പതികളാണ് പിന്നീട് ഉടമ്പടിയിലൂടെ, അതും തങ്ങൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അങ്ങനെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുമായിട്ട് ഇന്നിവിടെ വന്നു നിന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. തങ്ങൾക്ക് ദൈവം തന്ന കൃപകളെ എല്ലാവരുടെയും മുൻപിൽ അവർ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി കൃപാസന അൾത്താരയിൽ ഓരോ അനുഭവങ്ങളിലും, പ്രത്യേകിച്ച് ഈ അനുഭവ സാക്ഷ്യത്തിലും പങ്കുവെച്ച് നാം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ പ്രശ്നങ്ങളായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കാര്യങ്ങൾക്കും പ്രതിവിധിയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുക. ആ ഒരു അനുഭവം നമുക്കും കൃപയായിട്ട് ഭവിക്കുവാൻ ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമല്ല, ഉടമ്പടി ജീവിക്കണം. തങ്ങൾ അറിഞ്ഞ ദൈവത്തെ അറിഞ്ഞപ്പോൾ മുതൽ പിന്നീട് എങ്ങനെയാണ് ചങ്കോട് ചേർത്ത് വെക്കുന്ന ദമ്പതികൾ, അതാണ് ഇവിടെ ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. അനിത തൻ്റെ ജീവിതത്തിൽ യേശുവിനെ അറിഞ്ഞ നിമിഷം മുതൽ ഈ ബൈബിള് വായിക്കുവാൻ ഒക്കെയുള്ള താല്പര്യം, അതിനു മുമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത മക്കളാണ്. എന്നാൽ ഉടമ്പടിയിലൂടെ തങ്ങളറിഞ്ഞ സത്യദൈവത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ ദൈവത്തെ പിന്നീട് പ്രഘോഷിക്കുന്നവരാകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കൃപയാണ് അവരുടെ കുഞ്ഞ്. അതുപോലെ തന്നെ ജീവിതത്തിൽ കൂടുതൽ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരമാക്കി തങ്ങളുടെ ജീവിതത്തിലെ കൃപയെ അവർ മാറ്റിയിരിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സോണിയ, ഞാൻ അഴീക്കൽ ഇടവകയിൽ നിന്നാണ് വരുന്നത്. കൃപാസന മാതാവിൻ്റെ സാക്ഷിയായിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ആദ്യത്തെ 7 വർഷത്തിനുള്ളിൽ എനിക്കൊരു 5 തവണ അബോഷൻസ് ആയിട്ടുണ്ട്. ആദ്യത്തെ 2 തവണ ബ്ലീഡിംഗ് ആയിട്ട് പോകുമായിരുന്നു. പിന്നീടുള്ള 3 തവണ എനിക്ക് എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. ആദ്യത്തെ എക്ടോപിക് പ്രഗ്നൻസി ആയപ്പോൾ അത് ലൈവ് ബേബി ആയിരുന്നതുകൊണ്ട് എനിക്കൊരു സർജറി ചെയ്യേണ്ടി വന്നു. എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഫലോപ്പിയൻ ട്യൂബ് മുറിച്ച് മാറ്റി. അതിനുശേഷം എൻ്റെ ഫെർട്ടിലിറ്റിയുടെ ചാൻസ് ഒരു 50% ആയിട്ട് കുറയുമായിരുന്നു. പിന്നീട് എനിക്ക് ഒരു ഫലോപ്പിയൻ ട്യൂബാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീടുണ്ടായ 2 പ്രഗ്നൻസിയും എൻ്റെ മറ്റേ ഫലോപ്പിയൻ ട്യൂബിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സൊക്കെ എന്നോട് IVF ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഏജ് കുറവായിരുന്നതുകൊണ്ട് അത് സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് താമസിപ്പിക്കാതെ IVF ചെയ്യണമെന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കും ഹസ്ബൻഡിനും IVF ചെയ്യാനായിട്ട് പ്രത്യേകം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥനയിലായിരുന്നു വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടമ്പടിയെപ്പറ്റി ഞങ്ങൾ കേൾക്കുന്നത്. അമ്മയാണ് എന്നെ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യം കൊണ്ടുവന്നത്. 2023 ജാനുവരി 29 ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് 1 തവണ കൂടി ഒരു എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടായിരുന്നു. അത് ആ പ്രഗ്നൻസി ഞങ്ങൾ അറിയാതെ പോയ ഒരു പ്രഗ്നൻസി ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് മാതാവിൻ്റെ സ്വർഗാരോപണ പെരുന്നാളിൻ്റെ തുടങ്ങുന്ന ദിവസം സ്വപ്നം കാണുകയാണ് ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആയിന്ന്. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവായിരുന്നു. അത് പോസിറ്റീവായ ശേഷം വിതിൻ 2 അവേഴ്സിനുള്ളിൽ എനിക്ക് വേദന തുടങ്ങുകയും ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ അതൊരു എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഉടമ്പടി ഒന്നും കൂടെ പുതുക്കി ഉടമ്പടി നിബന്ധനകളെല്ലാം കുറച്ചും കൂടെ തീവ്രമായിട്ട് ചെയ്തു. അതിനുശേഷം ഹസ്ബൻഡ് സിംഗപ്പൂരായിരുന്നു ജോലി. അപ്പോൾ ഹസ്ബൻഡ് അവിടേക്ക് പോയപ്പോൾ എനിക്ക് അവിടത്തേക്ക് വിസ ശരിയായി, എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചു. പിന്നീട് ഉടമ്പടി പുതുക്കി 1 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഞാൻ പ്രഗ്നൻ്റ് ആയി.
അത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ സിംഗപ്പൂരിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് നാട്ടിൽ വന്നു. ആ സമയത്ത് ഞങ്ങൾ ബൈബിൾ വായിച്ചപ്പോൾ മാതാവ് പ്രത്യേകമായിട്ട് എനിക്കൊരു വചനം തന്നിരുന്നു. അത് ഹഗ്ഗായി 2:18-19 ആകയാൽ ഇന്നു മുതൽ 9-ാം മാസം 24-ാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട അന്നു മുതൽ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ. ആ വചനമനുസരിച്ച് 24-ാം തീയതി തന്നെയാണ് എനിക്ക് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായത്. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടേഴ്സ് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. ഈ 2 തവണ എക്ടോപിക് പ്രഗ്നൻസി ആയ ട്യൂബിൽ കൂടെ തന്നെ ഇത് യൂട്രസിൽ എത്തി എന്നുള്ളത് അവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അതിനാൽ തന്നെ അവർ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു. വേറെ ഡോക്ടേഴ്സിനെ കൊണ്ട് 2-3 തവണ സ്കാനിങ് ഒക്കെ ചെയ്താണ് എൻ്റെ പ്രഗ്നൻസി കൺഫേം ചെയ്തത്. അതിനുശേഷം എല്ലാ തവണയും ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോഴും മാതാവിൻ്റെ കാശുരൂപം കൈ വെച്ചിട്ടായിരുന്നു പോകുന്നത്. പ്രഗ്നൻസി ആവുന്നതിന് മുമ്പും ത്രൂ ഔട്ട് പ്രഗ്നൻസിയും ഞാൻ മാതാവിൻ്റെ തൈലം എൻ്റെ വയറ്റിൽ പുരട്ടുകയും പിന്നെ ഉടമ്പടിയുടെ ഉപ്പ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. പ്രഗ്നൻസി സമയത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ അബോർഷൻ ആയതുകൊണ്ട് എനിക്ക് പ്രഗ്നൻസി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇഞ്ചെക്ഷൻസ് ഒക്കെ ഡോക്ടർ തന്നിട്ടുണ്ട്. അതല്ലാതെ എനിക്ക് ഒരു വോമിറ്റിംഗ് പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് നേരത്തെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് മാത്രം ഡോക്ടേഴ്സ് എന്നോട് ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ബെഡ് റെസ്റ്റ് എടുത്തു. വേറെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നീട് വേറെയും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട്. എനിക്കും ഹസ്ബൻഡിനും OET എക്സാം ഞങ്ങൾ 2 പേരും എഴുതിയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഹസ്ബൻഡ് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. എനിക്ക് ഒരു മൊഡ്യൂൾ പോയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടൈം ഞാനും പാസ്സായി. ബാക്കി ജോലിയുടെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ് നടക്കുന്നതേ ഉള്ളൂ. അതിന് എല്ലാം കഴിഞ്ഞ ശേഷം സാക്ഷ്യം പറയുന്നതാണ്. ഈ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത സമയത്ത് 24th രാവിലെ ഞാൻ എണീറ്റ് 5:30 മാതാവിൻ്റെ മുന്നിൽ നീലത്തിരി കത്തിച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത്. തിരി കത്തിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഇവിടെ കേൾക്കുന്ന പോലത്തെ 2 തവണ മണി ഒച്ച എൻ്റെ ചെവിയിൽ കേട്ടു. രണ്ടാമത്തെ ദിവസവും ഞാൻ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ആ 2 തവണയും എനിക്കിങ്ങനെ മണിയൊച്ച കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് സിംഗപ്പൂർ പോയ സമയത്ത് ഇവിടുന്ന് ഞാൻ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ട് അവിടെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ മലേഷ്യയിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇംഗ്ലീഷ് പത്രം മാതാവിൻ്റെ പത്രം എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ സിംഗപ്പൂരിൽ എനിക്ക് ചർച്ചിൽ അവിടെ ആയിരുന്നു ഞാൻ ഉടമ്പടി ജീവിതം ചെയ്ത ഓൾമോസ്റ്റ് ടൈം ഞാൻ അവിടെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സെയിൻറ്റ് ആനീസ് ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളിയിലായിരുന്നു ഞാൻ പോകുന്നത്. അവിടെ വെച്ചിട്ട് ഒരു ദിവസം ഞാൻ ഈശോയുടെ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അപ്പോൾ കണ്ണടച്ചുകൊണ്ട് നിന്നപ്പോൾ എൻ്റെ ദേഹത്തൊരു പെട്ടെന്നൊരു പ്രകാശം വന്ന് അടിക്കുന്ന പോലെ തോന്നി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഒരു കർത്താവിൻ്റെ കരുണയുടെ രൂപം അവിടെ ഇരിക്കുന്നതായിട്ട് കണ്ടു. കാരുണ്യ പ്രവർത്തികളായിട്ട് 1 മന്തിനുള്ളിൽ തന്നെ പ്രഗ്നൻ്റ് ആയ കാരണം എനിക്ക് എവിടെയും പോയിട്ട് പ്രത്യേകിച്ച് കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്തില്ല. എൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാരെയൊക്കെ ഞാൻ സഹായിക്കുമായിരുന്നു. പിന്നെ ഓൺലൈൻ വഴിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുമ്പസാരമൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. കുർബാന ആദ്യത്തെ കുറച്ച് നാളിലൊന്നും എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ പ്രഗ്നൻസിയുടെ സമയത്ത് സിംഗപ്പൂരിലുണ്ടായിരുന്ന സമയത്തെല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നെ പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. പിന്നീട് ബൈബിൾ വായിക്കുന്നത് ഡെയിലി അരമണിക്കൂർ മിനിമം വായിക്കും. മാക്സിമം ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ബൈബിൾ വായിക്കാറുണ്ട്. പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. സങ്കീർത്തനം 126 4 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. നെഗബിലെ ജലപ്രവാഹങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങട്ടെ. തൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെയാണ് ഈ കുടുംബത്തെ എടുത്തുയർത്തിയത് അതിൻ്റെ സാക്ഷ്യമാണ് തൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുമൊക്കെയായിട്ട് വന്ന് ഇവിടെ സോണിയ പങ്കുവയ്ക്കുന്നത്. 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നു. അതിനിടയിൽ 5 അബോർഷൻ, എക്ടോപിക് പ്രഗ്നൻസി, അങ്ങനെ ഈ മകൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിൽ
തനിക്ക് അതുപോലെ പിന്നീട് ഫലോപ്പിയൻ ട്യൂബ് ഒരെണ്ണം കട്ട് ചെയ്യേണ്ടി വരുന്നു. അപ്പോഴൊക്കെ തനിക്ക് സാധ്യതകൾ കുറയുന്നതേ ഉള്ളൂ, കൂടുന്നില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിക്കുമ്പോഴും എങ്ങനെ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുന്നു എന്നുള്ള തിരുവചനം അന്വർത്ഥമാകുമാറ് തൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ലഭിച്ച അനുഭവ സാക്ഷ്യവും അതുപോലെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ഒക്കെ സാന്നിധ്യം തനിക്ക് കൂടുതൽ അനുഭവിക്കുവാൻ കഴിഞ്ഞത്, ഉടമ്പടി തന്നെ എങ്ങനെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി പ്രാർത്ഥനാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിലൊക്കെ തനിക്ക് വന്ന മാറ്റങ്ങൾ, അങ്ങനെ ആത്മീയ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് വ്യക്തികളെ പിന്നീട് എങ്ങനെയാണ് കൂടുതലായിട്ട് സ്വാധീനിക്കുക, അതവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് എങ്ങനെ കൂടുതൽ അടുപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുവാനായിട്ട് താൻ മലേഷ്യയ്ക്കും ഒക്കെ പോകുന്ന സമയത്തൊക്കെ എങ്ങനെ കൃപാസന പത്രമൊക്കെ കൊണ്ടുപോയി അവിടെയും ഒക്കെ കൊടുക്കുന്നതും അതുപോലെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ഇന്ന് സന്തോഷിക്കുന്നു എന്നുള്ള രീതിയിൽ ഓരോരുത്തരുടെയും ജീവിതം മാറുകയാണ്. ഈ മകൾക്ക് കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും അതുപോലെ ദൈവ സാന്നിധ്യം തനിക്ക് എങ്ങനെ ലഭിക്കുന്നു. പ്രദക്ഷിണമായിട്ട് നാം ഉടമ്പടി എടുക്കുവാൻ വരുമ്പോൾ അടിക്കുന്ന മണിയൊച്ച, അപ്പോഴമ്മ ഓരോന്നും അമ്മയും ഈശോയും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ ആദരിക്കുന്നുണ്ട്. ഒരു ചെറിയ കാര്യമായിട്ട് ആർക്കും തോന്നിയാലും അത് ഈ മകളെ സംബന്ധിച്ച് താൻ തിരി തെളിക്കുമ്പോൾ, പ്രഭാത പ്രാർത്ഥനയ്ക്ക് തിരി തെളിക്കുമ്പോൾ തനിക്ക് ലഭിച്ചിരുന്ന ആ ഒരു സൗണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക. ദൈവം എത്രമാത്രം ഉടമ്പടി എടുത്ത മക്കളെ അവരുടെ കൂടെ നടക്കുന്ന ഒരു ദൈവമായി, വാഗ്ദാനം നിറവേറ്റുന്ന, ഞാൻ തന്നെ നിന്നോടൊത്ത് വരും, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്നുള്ള ആ ഒരു വചനം, അതുപോലെ ഹഗ്ഗായി പ്രവാചകൻ്റെ പുസ്തകത്തിലെ തിരുവചനമൊക്കെ ഈ മകൾക്ക് ലഭിച്ചതുമൊക്കെ തൻ്റെ ജീവിതത്തിൽ വളരെ അർത്ഥവത്തായി എന്നാണ് ഈ മകൾ ഇന്ന് പങ്കുവയ്ക്കുക. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം, ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. പേര് പ്രിയ മുരളി, ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. മെയ് 7, 2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി ഇവിടെ എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം 6 നിയമങ്ങളിൽ വെച്ചതിൽ ഏറ്റവും ലാസ്റ്റ് എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ എൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പായിട്ട് 5-6 വർഷത്തിന് മേലെയായി ഞാൻ ഓപ്പറേഷന് ചെയ്യാതെ ബ്ലീഡിങ്ങും വയറിന് ഭയങ്കര വേദനയുമായിട്ട് ഞാൻ കഷ്ടപ്പെടുമായിരുന്നു. ഒരുപാട് മെഡിസിൻ കഴിച്ചിട്ടും എനിക്കതിൽ നിന്ന് മോചനം ഉണ്ടായില്ല. പിന്നെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ജൂൺ മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും എനിക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കിട്ടിയപ്പം 1.5-1.25 ലക്ഷം രൂപ ചിലവാകും ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. എനിക്കതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ബാധ്യത ഒരുപാടുള്ളത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഞാൻ തയ്യാറായില്ല. ഒരു 2 വർഷത്തേക്ക് ഞാൻ ഡോക്ടറോട് എനിക്ക് സാവകാശം വേണമെന്ന് പറഞ്ഞിട്ടും ഡോക്ടർ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് HP തീരെ കുറവായിരുന്നു, 5-6 ഒക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം 1 ദിവസങ്ങളിൽ എനിക്ക് മെഡിസിൻ കയറ്റിക്കൊണ്ടിരുന്നു, ബ്ലഡിൻ്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. അത്ഭുതമായിട്ട് എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലഡിൻ്റെ കൗണ്ട് കൂടുകയും ഓപ്പറേഷന് എനിക്ക് ഫിക്സ് ചെയ്തു. പക്ഷേ ഫിക്സ് ചെയ്ത സമയത്തും ഈ 1.25-2 ലക്ഷം രൂപ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഒരുപാടധികം കഷ്ടപ്പെടുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ ഓഫീസിൽ തിരിച്ചു വന്ന് എനിക്കൊരു കൊറിയർ സർവീസോ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ വന്ന് ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ ഓഫീസിലോട്ടൊരു ലേഡി മിനി മാഡം വന്ന് കയറുകയും ഇയാൾ തീരെ അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ഓപ്പറേഷൻ ജൂലൈ 31 എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തേക്കുക എന്ന് പറഞ്ഞ് 1 രൂപ പോലും ഇല്ലാതെ ഓപ്പറേഷൻ ചെയ്യാനും എൻ്റെ ഹോസ്പിറ്റലിൽ പോക്കും വരവിനും പോലും ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ആ മാഡം എനിക്ക് വേണ്ട സഹായം ചെയ്ത് 1 ലക്ഷം രൂപയോളം എൻ്റെ അക്കൗണ്ടിൽ അന്ന് തന്നെ എനിക്ക് കയറി. അത് എൻ്റെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുക. എൻ്റെ ഓപ്പറേഷൻ വളരെയധികം ഭംഗിയായിട്ട് ചെയ്തു. 1 രൂപ പോലും ഇല്ലാതെ ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് അപ്പം തന്നെ റെഡിയായി. എനിക്ക് സൗജന്യമായി തന്നെ ഓപ്പറേഷൻ എൻ്റെ പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇച്ചിരി ഹൈപ്പർ ടെൻഷനുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഓപ്പറേഷൻ വളരെയധികം പേടിയായിരുന്നു. വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചു, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ ഓപ്പറേഷൻ നടത്താൻ സാധിക്കണമെന്ന്. പക്ഷേ വലിയ അത്ഭുതങ്ങളാണ് അമ്മ എനിക്ക് പിന്നെ സാധിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ എൻ്റെ മേലെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു. എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് വന്നു, 1 ലക്ഷം രൂപയോളം കിട്ടി. സൗജന്യമായിട്ട് ഓപ്പറേഷൻ നടന്നു. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുമെന്ന് പേടിച്ച എന്നെ അമ്മ തിയേറ്ററിൽ എനിക്ക് സൗജന്യമായതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത്
റൂമല്ലായിരുന്നു. അവിടെ വാർഡിൽ തന്നെ എനിക്കൊരു സിസ്റ്റർ വന്ന് എന്നെ കൊന്ത വെച്ച് അനുഗ്രഹിച്ചു. നിന്നെ ഞാൻ ICU വന്ന് കണ്ടോളാമെന്നും പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ ആ സിസ്റ്ററെ കണ്ടതേയില്ല. അത് കഴിഞ്ഞു ICUവിൽ ഉറക്കം വരാതിരുന്ന സമയത്ത് എനിക്ക് നന്നായിട്ട് ഞാൻ കണ്ടു എൻ്റെ മാതാവിനെ കണ്ട് ആ രീതിയിൽ തന്നെ എനിക്ക് ഉറക്കം കിട്ടുകയും കാശ് രൂപം ഞാൻ തിയേറ്ററിനകത്ത് കയറുന്നിടം വരെ കാശ് രൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സിസ്റ്റർ വഴക്ക് പറഞ്ഞതിന് ശേഷം ആ കാശ് രൂപം എൻ്റെ മോളെ ഞാൻ ഏൽപ്പിച്ചതും തിരിച്ച് തിയേറ്ററിനകത്തോട്ട് കയറിയതും എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നത്. എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുക. രണ്ടാമത് എൻ്റെ ഹസ്ബൻഡ് വീട്ടുകാർ ഓപ്പറേഷൻ കഴിഞ്ഞ് സന്തോഷമായപ്പം അവരെല്ലാവരും എന്നോട് ഒരുപാട് വെറുപ്പ് കാണിക്കുകയും എന്തോ നീരസം എനിക്ക് തോന്നി. വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും ഒന്നും തന്നെ ഇല്ലായിരുന്നു. വീണ്ടും 3ാമത്തെ ഉടമ്പടി എടുത്തപ്പം എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണം, എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെയും പോകണമെന്ന് പറഞ്ഞ് ഞാൻ അമ്മ മാതാവിനോട് അത്രയധികം നിസ്സാരമാണെങ്കിൽ കൂടി എനിക്കത് വലുതായിരുന്നു. അത് വളരെയധികം സന്തോഷത്തോടു കൂടി അമ്മയ്ക്ക് ചെറിയൊരു അസുഖം വന്നു. എനിക്ക് അമ്മയെ പ്രത്യേകിച്ച് നോക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇന്ന് അമ്മ എന്നോട് വളരെയധികം സ്നേഹത്തോടു കൂടി സഹകരിച്ചും സന്തോഷത്തോടു കൂടി ഞാൻ മുന്നോട്ട് പോകുന്നു. അതും എനിക്ക് എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും തന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്. 3ാമത് ഞാനൊരു കൊറിയർ സർവീസ് നടത്തുന്നത് 1 വർഷമായിട്ട് സാമ്പത്തികം എന്നെ അത്രയധികം വേട്ടയാടുമായിരുന്നു. എൻ്റെ മോള് BS നഴ്സിങ്ങിന് പഠിക്കുന്നു. വളരെയധികം കഷ്ടപ്പെട്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും മോളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വിദ്യാഭ്യാസ ലോണൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ആ സമയത്താണ് എൻ്റെ ഓപ്പറേഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വന്ന് പെട്ടത്. 1 വർഷമായിട്ട് എനിക്ക് ആ ഓഫീസിൽ അടയ്ക്കേണ്ട ഒരു 36,000 രൂപ പോലും അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ മുന്നോട്ട് പോയി. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുനീര് വീണാൽ ഉടനെ തന്നെ ആ തിരി ആളിക്കത്തി എത്രയും ഉയരത്തിൽ പോകുമോ അത്രയും ഉയരത്തിൽ തന്നെ ആ തിരി കത്തുന്നത്. ഞാൻ അതിശയത്തോടു കൂടി പ്രാർത്ഥന കഴിഞ്ഞാലും ഈ തിരി ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ എനിക്ക് തിരി അണയ്ക്കാൻ സാധിക്കുന്നില്ല. കാരണം അത്രമേൽ ഉയരത്തിലോട്ട് തിരി പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ പലതവണ വീഡിയോയും ഫോട്ടോയും എടുത്തു. പിന്നെ ഹസ്ബൻഡിനെയും മോളെയും വിളിച്ച് കാണിച്ചിട്ടുണ്ട് ഈ തിരി എന്താ ഇങ്ങനെ കത്തുന്നതെന്ന്. എനിക്ക് പറയാൻ പോലും പറ്റാത്തത്ര ഉയരത്തിൽ ആ തിരി കത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു. ഒരുപാട് മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് ആ തിരിയുടെ ആ നീളം ഒന്ന് കുറഞ്ഞ് ചെറുതായിട്ടൊന്ന് കെടുത്താനായിട്ട്. പക്ഷേ സാധിക്കാത്ത അവസ്ഥയിൽ തന്നെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് വന്നു എന്നുള്ളത് എനിക്ക് പലതവണ അനുഭവപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഓഫീസിൽ അടയ്ക്കേണ്ട കാശ് 36,000 രൂപ നിസ്സാരമാണെങ്കിലും എനിക്കത് വളരെയധികം വലുതായിരുന്നു. ആ സമയത്ത് ഒരു 8,000 രൂപ തന്ന് എന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിടത്ത് അമ്മ വലിയൊരു അത്ഭുതം കാണിച്ചു. എൻ്റെ ഓഫീസിലെ കാശ് ആ സിസ്റ്റത്തിൽ കാണുന്നില്ല. ഞാൻ പിന്നെയും ചോദിച്ചപ്പോഴും പറയുന്നത് ഈ സിസ്റ്റത്തിൽ കാണാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് ചേച്ചിയോട് പറയുന്നത്. ഞാൻ റെഡി കിടക്കുമായിരുന്നു. 1 കൊല്ലമായിട്ട് ഞാൻ റെഡി കിടക്കുമായിരുന്നു. ആ റെഡിയിൽ നിന്ന് ഗോൾഡിലോട്ട് കയറി എൻ്റെ കാറ്റഗറി ഗോൾഡിലാണെന്ന് പറഞ്ഞപ്പം എനിക്കിത് അതിശയം. ഡിസംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഡിസംബർ 29-ന് അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതം അമ്മ എനിക്ക് കാണിച്ചു തന്നത്. അങ്ങനെ ആ ഒരു ജനുവരി 1-ാം തീയതി തൊട്ട് എനിക്ക് എൻ്റെ കോടിക്കൂടി സാധനം കയറ്റിവിടാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യം അമ്മ മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഇത്രയും വലിയ 3 നിയമങ്ങളും എൻ്റെ അമ്മ മാതാവ് എനിക്ക് സാധിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. കൃപാസനത്തിലെ പത്രം ഞാൻ കൊടുക്കേണ്ടവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഹസ്ബൻഡ് പറയും പത്രം കൊടുക്കാൻ പോകുമ്പം ഇവർക്ക് അതൊന്നും ഞാൻ ചെയ്യത്തില്ല. അമ്മ എൻ്റെ മുന്നിൽ ഒരു വ്യക്തിയെ കൊണ്ട് എത്തിച്ചു തരും. ആ വ്യക്തിയോട് ഞാൻ കൃപാസനത്തിനെ പറ്റി പറയുമ്പോഴും പത്രം കൊടുക്കുമ്പോഴും അവർക്ക് വളരെയധികം സങ്കടത്തോടെയും കരച്ചിലോടും കൂടി പത്രം വാങ്ങിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. എന്നോട് വഴി ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുക, മോള് ഇത് തന്നത് എന്തോ ഒരു നിയോഗം പോലെ. ഒരു അമ്മ എന്നോട് റോഡ് വക്കിൽ നിന്ന് പറഞ്ഞു, എൻ്റെ മോളെ ഞാൻ അത്രയധികം ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ ഈ അമ്മ എൻ്റെ അടുക്കൽ നീ കൊണ്ട് എത്തിച്ചു തന്നത്. എനിക്ക് അത്രയധികം സങ്കടവും വിഷമമാണെന്ന് പറഞ്ഞു. പത്രം കൊടുക്കേണ്ട വ്യക്തിക്ക് മാത്രമേ ഞാൻ ഇന്ന് വരെ പത്രം കൊടുത്തിട്ടുള്ളൂ. അതെൻ്റെ വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്, ആ പത്രം കൊടുക്കുന്ന രീതി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊതി ചോറ് കൊണ്ട് കൊടുക്കാൻ എനിക്ക് ഒരു പ്രാവശ്യം സാധിച്ചു. പക്ഷേ എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ട് നിമിത്തം എനിക്കിപ്പോഴും നോർമലായിട്ട് ശരീരമായിട്ടില്ലെങ്കിലും അമ്മ മാതാവ് എന്നെ ഇപ്പോഴും ജോലിക്ക് പോകാനും കാര്യങ്ങളൊക്കെ നടത്താനും എനിക്കിപ്പോഴും സാധിച്ചു. എൻ്റെ മോള് BS നഴ്സിങ്ങിന് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഇത്രയും ബ്ലീഡിങ്ങും വയ്യാഴികയും ഉണ്ടായത്. 4 വർഷം എൻ്റെ മോളെ പഠിത്തം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ജോലിക്ക് പോകാൻ പറ്റാത്ത ഞാൻ എൻ്റെ ഹസ്ബൻഡിന് തന്നെ എന്ത് ചെയ്യുമെന്നുള്ള വിഷമം. പക്ഷേ
എൻ്റെ മോടെ പഠിത്തം പൂർത്തിയായി, അവിടെ എക്സാമും കഴിഞ്ഞു. ഇനി 2 പ്രാക്ടിക്കലിൻ്റെ 2 എക്സാം മാത്രമേ ഉള്ളൂ. അതും വലിയൊരു അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തത്തിലൊരു തടസ്സവും വരുത്തല്ലേ മാതാവേ, എനിക്ക് അതുവരെ എനിക്ക് ആരോഗ്യം തരണം, എന്നെ എങ്ങും വീഴ്ത്താൻ ഇടവരുത്തല്ലേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അമ്മ മാതാവ് ഇന്നും എനിക്ക് ആരോഗ്യം തരുന്നുണ്ട്, ജോലി ചെയ്യാൻ ആരോഗ്യം തരുന്നുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം പൂർത്തിയായി, അവൾ പ്രാക്ടിക്കലിൻ്റെ എക്സാം 2 കൂടിയേ ഇനി ബാക്കിയുള്ളൂ. എനിക്കതും എൻ്റെ അമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയ കരുണയായിട്ട് ഞാൻ കാണുന്നു. ജോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 16-ാം തിരുവചനം അരുളി ചെയ്യുന്നു, നിന്റെ ദുരിതങ്ങൾ നീ വിസ്മരിക്കും, ഒഴുകിപ്പോയ ജലം പോലെയേ നീ അതിനെ ഓർക്കുകയുള്ളൂ. പ്രിയ മുരളി തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി തൻ്റെ കണ്ണുനീര് വീഴുമ്പോൾ അമ്മയുടെ സാന്നിധ്യം തനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? സങ്കീർത്തനം 56:8 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ കടന്നു പോകുമ്പോൾ തനിക്ക് കരുത്തായി ദൈവ സാന്നിധ്യം തൻ്റെ കൂടെയുണ്ട്. അതിൻ്റെ ഓർമ്മയായിട്ട് എത്രമാത്രം ഉയരത്തിൽ തിരി കത്തിയോ അത്ര ഞാനത് നോക്കി നിന്നിട്ടുണ്ട്, അതിൻ്റെ ഫോട്ടോ എടുത്തു എന്നൊക്കെ ഈ മകൾ പറയുമ്പോൾ തീർച്ചയായും അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതൊക്കെ ഒരു ദൈവ സാന്നിധ്യം തന്നെയാണ്. ഒരു തിരി ആളിക്കത്തുന്നതിൽ എന്തിരിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ആ ചിന്തിക്കുന്നവരുടെ മാത്രം പ്രശ്നമാണ്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പിന്നീട് തനിക്ക് എങ്ങനെയാണ് ആ ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുവാനായിട്ട് ഇടയായത്? 5 വർഷത്തോളമായി താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ബ്ലീഡിങ്, ശാരീരികമായ അസ്വസ്ഥതകൾ, അതിനൊരു ഓപ്പറേഷൻ ആണ് പറഞ്ഞത്. പക്ഷേ ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ? HB തീരെ കുറവായതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഫിസിഷ്യൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു. അതിൻ്റെ കൂടി HB എങ്ങനെയും കൂട്ടി 9 കൊണ്ടുവന്നാലേ ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിടത്ത് ഒന്നിടവിട്ട ദിവസം ഒരു 2 ആഴ്ച മെഡിസിൻ കയറ്റിയതേ ഉള്ളൂ. പക്ഷേ വളരെയധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ 9 തന്നെ എനിക്ക് ഇത് HB ഉയർന്നു വരികയും ഫിസിഷ്യൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് അലർജിയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡോളോയും പാരസിറ്റമോളും ഒന്നും വേദനയ്ക്ക് പോലും ഒരു ഗുളിക എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കും, ഒരു ഓപ്പറേഷനോ ഒരു ഒരു ഗുളിക പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയല്ല എൻ്റെ ജീവിതം. എനിക്കൊന്നിനും ഒരു ഗുളിക എടുക്കാൻ പറ്റത്തില്ല. എടുത്തു കഴിഞ്ഞാൽ ദേഹവാസകലം ചൊറിഞ്ഞ് തെണുത്ത് എനിക്ക് പിന്നെ ചൊറിച്ചിലായിരിക്കും. പിന്നെ എനിക്ക് തീരുമാനം വയ്യ, നല്ല പനിയും കയറിക്കൊള്ളും. ആ അവസ്ഥയിൽ എൻ്റെ ഓപ്പറേഷൻ ചെയ്ത പിന്നെ ഞാൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം അലർജി പാരസിറ്റമോളും ഡോളോയൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് പോലും എനിക്ക് മെഡിസിൻ ഒന്നും തന്നില്ല. സപ്പോസിറ്റ് മാത്രം വെച്ച് എൻ്റെ എനിക്ക് വേദന എടുത്തില്ലെന്ന് വേണം പറയാൻ. ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നപ്പം തലയുടെ പുറകിലൊരു ചെറിയ വേദന, എനിക്കൊരു പെരുപ്പ് അനുഭവപ്പെട്ടു. പിറ്റേ ദിവസം ICU നിറക്കിൻ്റെ പിറ്റേ ദിവസം അപ്പോഴും ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഭയങ്കര പെരുപ്പ് തലയ്ക്കെന്ന് പറഞ്ഞു പ്രഷർ കൂട്ടരുത്, കൂട്ടിയാൽ വീണ്ടും ICUലോട്ട് മാറ്റേണ്ടി വരുമെന്ന്. പക്ഷേ ഞാൻ മോളോട് പറഞ്ഞ് എൻ്റെ കാശ് രൂപം തിരികെ ഞാൻ എടുത്ത് എൻ്റെ അമ്മയെ പ്രാർത്ഥിച്ച് എൻ്റെ തലേണയുടെ അടി വെക്കാതെ തലേണ മാറ്റി വെക്കാൻ ഡോക്ടർ പറഞ്ഞത് പ്രകാരം എൻ്റെ തലയുടെ അടിയിൽ കഴുത്തിൻ്റെ അവിടെയായിട്ട് ഞാൻ കാശ് രൂപം വെച്ച്, അമ്മ എനിക്ക് ഈ വേദന മാറ്റിത്തരണം, എനിക്ക് കാശില്ലാതെ ഞാൻ വിഷമിച്ച് ഓപ്പറേഷൻ ചെയ്യാൻ നീട്ടിവെച്ച് എന്നെ അമ്മ സഹായിച്ച് ഇവിടെ വരെ എത്തി. ഇനി എനിക്ക് 1 രൂപ പോലും മുടക്കാനായിട്ട് എൻ്റെ കയ്യിലില്ലമ്മേ. എൻ്റെ കുഞ്ഞും എല്ലാം ബാധ്യതകൾ എൻ്റെ കിടക്കുക മുമ്പിൽ. പക്ഷേ കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഡോക്ടർക്കും സിസ്റ്റർക്കും പോലും അതിശയമായിപ്പോയി, ഇയാൾക്ക് മെഡിസിൻ ഒന്നും തന്നില്ലല്ലോ ഞങ്ങൾ, പിന്നെ എങ്ങനെയായി വേദന മാറിയെന്ന്. ഡിസ്ചാർജ് ചെയ്യുമ്പം പോലും എന്നോട് ചോദിച്ചു, തലയുടെ പുറകിലെ ആ വേദന ഉണ്ടോ, മെഡിസിൻ വല്ലതും എഴുതണമെന്ന്. എനിക്ക് ഇന്നത്തെ നാഴി വരെ ആ വേദന വന്നിട്ടുമില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുമില്ല. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഓപ്പറേഷൻ തന്നെ കോംപ്ലിക്കേഷൻ ആയിരുന്നു, അത് ഈ മകൾ ഇവിടെ പറഞ്ഞില്ല, അതുകൊണ്ടാണ് സിസ്റ്റർ അത് ചോദിച്ചത്. അങ്ങനെ തനിക്കൊരു ഓപ്പറേഷൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന മെഡിസിൻ ഓരോന്നും ഇവിടെ വിവരിച്ചപ്പോൾ നാം കേട്ടതാണ്. ആ ഒരു അവസ്ഥയിലാണ് തനിക്ക് പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെ ചികിത്സിക്കാൻ തന്നെ ഡോക്ടേഴ്സ് സന്നദ്ധമാകുന്നു. ഒരു സർജറി നടത്തി അതൊക്കെ പിന്നീട് എത്രമാത്രം അത് സക്സസ് ആയി എന്നെല്ലാം നാം വളരെ വ്യക്തമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ
ദുരിതങ്ങളൊക്കെ ഒഴുകിപ്പോയ ജലം പോലെയേ ഇപ്പോൾ ഓർക്കുകയുള്ളൂ. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ തൻ്റെ ജീവിതത്തിലും തിരുവചനം അന്വർത്ഥമാകുന്നു. താനിപ്പോൾ സ്റ്റേബിളാണ്. തൻ്റെ HB ഒക്കെ എത്രയായിരുന്നു, എന്നാൽ അത് അമ്മയുടെ കൃപയാൽ മാത്രം തനിക്ക് സാധിച്ച ഒരു ശസ്ത്രക്രിയയായിട്ട് മാത്രം ഈ മകൾ പല പ്രാവശ്യം നമ്മോടത് എടുത്തു പറയുന്നുണ്ട്. വീണ്ടും പൈസയുടെ ബുദ്ധിമുട്ടുകൾ, ഓപ്പറേഷന് വേണ്ടിയിരുന്ന പൈസ, തൻ്റെ ഇൻഷുറൻസ്, അതുപോലെ തനിക്ക് മറ്റൊരു വ്യക്തി കൊണ്ടുവന്ന് പൈസ തനിക്ക് തരുന്നത്, അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത രീതിയിലുള്ള കൃപകളാണ്, അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഉടമ്പടി എടുത്താൽ നമുക്ക് കിട്ടുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് താൻ സംതൃപ്തയാണെന്നും തൻ്റെ രോഗം അത് കണ്ടുപിടിക്കാനും അതിനുവേണ്ടി ചികിത്സിക്കാനും ഓപ്പറേഷൻ നടത്താനും ഒക്കെ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്ന ഈ മകളോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മാതാവിനും അമ്മയ്ക്കും 100,000 നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് PV ബാബു. ഞങ്ങളുടെ സ്വദേശം കോട്ടയത്താണ്. ഞങ്ങൾ ജോലി സംബന്ധമായിട്ട് ഇപ്പോൾ തൃശ്ശൂരാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ റെയിൽവേയുടെ ചീഫ് റിസർവേഷൻ സൂപ്പർവൈസറാണ്. ഞങ്ങൾക്ക് അമ്മയിലൂടെ നിരവധി അനവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ലഭിച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്നത്. എനിക്ക് ഒരു 30 വർഷത്തോളമായിട്ട് ഒരു അലർജിയുടെ ചുമയുണ്ടായിരുന്നു. ഈ ചുമ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് ആ ചുമ ഒട്ടും തന്നെ ഇല്ലാതെ പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ കാലിൽ എനിക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരുന്നു. ഈ വെരിക്കോസ് വെയിൻ ഇവിടുത്തെ നേർച്ച വസ്തുവായ വിശുദ്ധ തൈലം പുരട്ടി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എൻ്റെ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നിയോഗത്തിൽ പ്രാർത്ഥനാപൂർവം മാതാവിനോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു പുതിയ ഭവനം നൽകണമേ എന്ന്. അതനുസരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗപ്രകാരം ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതായ ഒരു വീട് ഞങ്ങൾക്ക് ആലുവയിൽ സെറ്റിലായി കിട്ടി. ഞങ്ങളതിന് ഏകദേശം 35 ലക്ഷം രൂപയോളം അഡ്വാൻസ് ചെയ്തു. അഡ്വാൻസ് ചെയ്ത കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളുടെ ഈ പ്രോപ്പർട്ടി വേറെ ഒരു ബാങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞങ്ങളുടെ ഈ സെയിൽ ഡീഡിൽ നിന്നും പിന്മാറാൻ ഞങ്ങൾ തയ്യാറായി. പക്ഷേ ഞങ്ങളുടെ ലാൻഡ് ഓണർ ഞങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു തരാൻ യാതൊരു മാർഗവുമില്ല. ആ അവസ്ഥയിലിരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു വിഷമമൊന്നും തോന്നിയില്ല. ഞങ്ങളുടെ കൂടെ മാതാവ് ഉണ്ട്, ഞങ്ങൾ ഉടമ്പടിയിലാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഞങ്ങൾ 100% അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥനാപൂർവം ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ അതിൻ്റെ ആ അറ്റാച്ച്മെൻറ്റ് മാറ്റിക്കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞങ്ങൾ അവിടുത്തെ രജിസ്റ്റർ ഓഫീസിൽ പോയി പുതിയ EC എടുത്തു. അടുത്ത 30 വർഷത്തേക്കുള്ള EC എടുത്തപ്പോഴും ഈ അറ്റാച്ച്മെൻറ്റ് അവിടെ തന്നെയുണ്ട്. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ അറ്റാച്ച്മെൻറ്റ് കോടതി മുഖേന വന്നിരിക്കുന്നതാണ്, നിങ്ങൾ ഹൈക്കോടതിയിൽ പോയെങ്കിൽ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങൾ എറണാകുളത്തുള്ള ഹൈക്കോടതി വക്കീലിനെ കാണുകയും അദ്ദേഹത്തിന് കേസ് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. കേസ് ഏൽപ്പിച്ചു കൊടുത്ത് അപ്പോൾ ഞങ്ങൾക്ക് തോന്നി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം, അമ്മയോട് ആദ്യം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം കേസിനെ കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അതനുസരിച്ച് ഞാനിവിടെ വന്നു, അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛൻ ഞങ്ങൾക്ക് കാശ് രൂപവും തന്നു. ആ കാശ് രൂപവും ഉപ്പ് നേർച്ച വസ്തു ഉപ്പും ഞാൻ ആ വസ്തുവിൽ കൊണ്ട് വിതറുകയും ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ആൾ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബാങ്കിൽ ഞാൻ ചെല്ലുകയും ആ ബാങ്ക് മാനേജർ പറഞ്ഞു, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിക്ക് ലോൺ കൊടുക്കാൻ സാധിക്കത്തില്ലല്ലോ, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങളുടെ അന്വേഷണത്തിനുണ്ടായില്ലല്ലോ, അങ്ങനെ ഉണ്ടോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവിടുത്തെ ബാങ്ക് മാനേജർ രജിസ്റ്റർ ഓഫീസിൽ പോവുകയും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മുഴുവൻ രേഖകളും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ആ അവിടുത്തെ രജിസ്ട്രാർ തന്നെ പറഞ്ഞു, ഈ പ്രോപ്പർട്ടിയിലല്ല അറ്റാച്ച്മെൻ്റ് ഉള്ളത്, അത് വേറൊരു പ്രോപ്പർട്ടിയിലാണ്, അത് മാറി രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, അമ്മ മാത്രം ഇടപെട്ടതുകൊണ്ട്
ഈ വലിയൊരു വിപത്തിൽ നിന്നും ഞങ്ങളെ അമ്മ രക്ഷിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ ഞങ്ങൾക്ക് 3 മക്കളാണ് ഉള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ പാരൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയുണ്ടായിരുന്നു, വൈഫിൻ്റെ മദറും ഫാദറും ഉണ്ടായിരുന്നു. 3 പേരും രോഗികളായിരുന്നു. 3 കുട്ടികളും വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും ജോലിക്ക് പോകണം. അപ്പോൾ വീട്ടിൽ ഒരു കാര്യം നോക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ടായില്ല. അപ്പോൾ അത്രയും ഞങ്ങൾ ടെൻസ്ഡായിരുന്നു. ആ സിറ്റുവേഷനിലാണ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കടന്നു വരികയും കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ അമ്മ വഴിയായി ഈശോയിൽ നിന്ന് നേടിത്തന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് മിനി, ഇദ്ദേഹം എൻ്റെ ജീവിത പങ്കാളിയാണ്. ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് ജോലി ചെയ്യുന്ന തൃശ്ശൂരാണ് ഞങ്ങൾ 2 പേരും. ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം 2019 ഏപ്രിൽ 14 തീയതിയാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത്. ഉടമ്പടി എടുത്ത് ആ 90 ദിവസത്തിനകം തന്നെ എനിക്ക് 30 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന അതികഠിനമായ തലവേദന. ഞാൻ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എനിക്ക് കണ്ണാടി ഉണ്ടായിരുന്നു. കണ്ണാടി ഉപയോഗിച്ചാണ് ജോലി ചെയ്യുന്നത്. അതികഠിനമായ തലവേദന മൂലം എനിക്ക് ഒരു 11 മണിക്ക് തലവേദന തുടങ്ങിയാൽ രാത്രി ഉറങ്ങി നേരം എടുത്ത് എഴുന്നേൽക്കുമ്പോൾ മാത്രമേ ആ തലവേദന എനിക്ക് മാറിയിട്ടുണ്ടാവുള്ളൂ. അത് വളരെ കാലമായിട്ട് തുടർന്നിരുന്നു. അതുപോലെ പെട്ടെന്ന് ജലദോഷം വരും, പനി പിടിക്കും. പനി കഴിഞ്ഞാൽ പിന്നെ ചുമയായിരിക്കും. അത് 1 മാസത്തോളം നീണ്ടു നിൽക്കും. വയറിന് അസ്വസ്ഥതകളുണ്ടായിരുന്നു, ദഹനക്കേടുണ്ടായിരുന്നു, ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല, വിശപ്പുണ്ടായിരുന്നില്ല, അത് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായ അസ്വസ്ഥതകൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് ജോലി ചെയ്യാൻ എങ്ങനെയോ സാധിക്കും, വീട്ടിലെ ഒരു കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത്. ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്നതിനേക്കാൾ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം എനിക്ക് നോക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം എനിക്കുള്ള ആശ്വാസം, ഞാൻ ജോലി ചെയ്ത് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു ഗുണമുണ്ടല്ലോ എന്നായിരുന്നു എൻ്റെ ആശ്വാസം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളിങ്ങോട്ട് കടന്നു വന്നത്. പക്ഷേ ആ 90 ദിവസത്തിനകം എൻ്റെ എല്ലാ അസ്വസ്ഥതകളും കർത്താവ് എടുത്തു മാറ്റി. അതുകൊണ്ട് തന്നെ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് എനിക്ക് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഉറച്ചു വിശ്വസിച്ചു അന്ന് മുതൽ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. എനിക്ക് യാതൊരു തെളിവും വേണ്ടിയിരുന്നില്ല. മറ്റൊന്ന്, എൻ്റെ ഞാൻ ഈ വെച്ചിരിക്കുന്ന കണ്ട 2017 വെച്ചതാണ്. അതിന് തൊട്ട് മുമ്പ് വരെ വർഷം തോറും എൻ്റെ കണ്ണാടി മാറ്റണമായിരുന്നു. കണ്ണാടി മാറ്റണമെന്ന് മാത്രമല്ല, പുതിയ കണ്ണാടി വെച്ചാലും എനിക്ക് കണ്ണിന് അസ്വസ്ഥതയായിരിക്കും. അടുത്ത മാസം തന്നെ വീണ്ടും ഞാൻ കൺസൾട്ട് ചെയ്യും. പക്ഷേ എനിക്ക് കണ്ണിന് സ്വസ്ഥത ഉണ്ടാവില്ല. ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പത്തെ ആഴ്ച ഞങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യേ, ലീവുള്ളൊരു ദിവസം വീണ്ടും വരൂ, കറക്റ്റ് പവർ ചെക്ക് ചെയ്തിട്ട് കണ്ണാടി മാറ്റാം. ആ അവസ്ഥയിലാണ് ഉടമ്പടി എടുക്കാൻ വരുന്നത്. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കണ്ണിന് യാതൊരുവിധ അസ്വസ്ഥതകളും എനിക്കില്ല. ഈ കണ്ണാടി എനിക്ക് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട്, കാരണം ഇതെൻ്റെ സാക്ഷ്യമാണ്. ഈ കണ്ണാടി എന്നെ ഓർമ്മിപ്പിക്കും, നീ ഏതവസ്ഥയിലായിരുന്നു മുമ്പെന്ന്. എന്നെ കൂടുതൽ ഞങ്ങൾ വിശദീകരിക്കപ്പെട്ടു, എളിമപ്പെട്ടു. എനിക്ക് അതികഠിനമായ ദേഷ്യവും വാശിയും ഉണ്ടായിരുന്ന ആളായിരുന്നു. എന്നൊരാൾ വിഷമിപ്പിച്ചാൽ ഞാൻ മരണം വരെ മറക്കാത്തൊരു മനസ്സായിരുന്നു എൻ്റേത്. ഞാൻ അവരോട് പ്രതികാരം ചെയ്യില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അതൊരിക്കലും ആയില്ല. പക്ഷേ എല്ലാവരോടും ക്ഷമിക്കാനും വാശി ഉപേക്ഷിക്കാനും എളിമപ്പെടാനും എന്നെ കർത്താവ് പഠിപ്പിച്ചു. അമ്മ എന്നെ പരിശീലിപ്പിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടായി. എൻ്റെ മക്കൾ എന്നോട് എതിര് പറഞ്ഞാൽ അവരോട് സംയമനത്തോടെ പെരുമാറാൻ എനിക്ക് സാധിക്കും. എന്നെ ഒരാൾ പരിഹസിച്ചാൽ ഞാൻ താഴ്മപ്പെട്ട് നിൽക്കാൻ എനിക്ക് സാധിക്കും. എൻ്റെ പൊസിഷനെ പറ്റി എനിക്ക് ഒരിക്കലും അഹങ്കാരം തോന്നാതിരിക്കാൻ എന്നെ കർത്താവ് എപ്പോഴും എളിമപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഒന്നുമല്ല, ഞാൻ വളരെ നിസ്സാരയാണെന്നുള്ള ബോധ്യം എനിക്ക് എപ്പോഴും ഉണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് സഹായം ചെയ്യാറുണ്ട്. രോഗികളായവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. ഞങ്ങൾ ആദ്യമൊക്കെ ട്രെയിനിൽ പോകുന്ന വഴിക്ക് ഓരോ സീറ്റിലും ഈ പത്രം വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നീട് ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങളെപ്പറ്റി തന്നെ കുറച്ചിൽ തോന്നിയിട്ടുണ്ട്. അക്രൈസ്തവ സഹോദരങ്ങൾ എത്രയോ പേര് ഈശോയ്ക്ക് സാക്ഷികളായിട്ട് തെരുവിൽ നിന്ന് പത്രം കൊടുക്കുമ്പോൾ ക്രിസ്ത്യാനിയായി ജനിച്ച ഞങ്ങൾ നാണക്കേട് തോന്നി ഈശോയെ കൊടുക്കാൻ
പത്രം അവിടെ ഇവിടെ വെച്ചിട്ട് പോയല്ലോ എന്നോർത്ത് ഞങ്ങൾ കുറ്റബോധം തോന്നിയിട്ടുണ്ട്. അത് ഈശോയോട് മാപ്പ് ചോദിക്കുന്നു, അമ്മയോട് മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പത്രം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ, ബസ് സ്റ്റോപ്പുകളിൽ പോയി നിൽക്കും. ബസ് ഇറങ്ങുമ്പോഴും ബസ് കയറാനായിട്ടും വരുന്ന സഹോദരങ്ങളിലേക്ക് ഞങ്ങൾ ഈ പത്രം വച്ച് നീട്ടും. ചിലർ വേണ്ടെന്ന് പറയും, പക്ഷെ ഞങ്ങൾക്ക് സങ്കടമൊക്കെ തോന്നും. പക്ഷെ സാരമില്ല, അത് ഈശോയ്ക്ക് വേണ്ടി സഹിക്കുന്നത് അത്രയെങ്കിലും ആണല്ലോ എന്നാണ് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. വാങ്ങിക്കുന്നവർ ഈശോയെ നേടാൻ യോഗ്യതയുള്ളവർക്ക് ഈ പത്രം കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ പത്രം കൊടുക്കുന്നത്. എത്ര പത്രം കൊടുത്താലും എനിക്കിപ്പോൾ തൃപ്തി വരില്ല. അങ്ങനെ തന്നെ തുടർന്നും പത്രം വിതരണം ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. കാരണം ബസ് സ്റ്റോപ്പുകളിൽ പല മേഖലയിൽപ്പെട്ട ആളുകൾ വരും, പല സങ്കടങ്ങളുള്ളവരുണ്ടാകും, ജീവിത പ്രശ്നങ്ങളുള്ളവരുണ്ടാവും, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സ്ഥലം ബസ് സ്റ്റോപ്പാണെന്നാണ് എൻ്റെ കണ്ടെത്തൽ. ഈശോയ്ക്ക് നന്ദി, ഈശോയ്ക്ക് സ്തോത്രം. സങ്കീർത്തനം 37 തിരുവചനം 4 മുതൽ അരുളി ചെയ്യുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. ഇവിടെ ഈ ദമ്പതികൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഏതവസ്ഥയിലായിരുന്നു തങ്ങൾ, അതായത് ജോലിയുള്ള മക്കളാണ്. ഒരാൾ റെയിൽവേയിലും ഒരാൾ ബാങ്കിലും. തങ്ങൾക്ക് ജോലി ഇല്ലാതിരുന്നിട്ടോ പൈസയുടെ കുറവുണ്ടായിട്ടോ ഒന്നുമല്ല, എന്നാൽ ജീവിതത്തിൽ ഒരു ശൂന്യത, അത് രോഗത്തിൻ്റേതുണ്ട്. അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങൾ ശരിക്കും നിർവഹിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ശൂന്യത. ഈ ഒരു അവസ്ഥയിൽ 2019 മുതൽ ഇവിടെ വരുന്ന കുടുംബം ഉടമ്പടി എടുത്തപ്പോൾ ആദ്യമേ അത്രയ്ക്ക് അങ്ങ് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഇപ്പോൾ എങ്ങനെ തീഷ്ണതയോടെ ചെയ്യുന്നു. കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയിരിക്കുന്ന കുറേ മക്കൾ ഇന്ന് കൃപാസനത്തിൻ്റെ ഉടമ്പടിയിലൂടെ പുതിയതായി തങ്ങളുടെ ജീവിതം തുടങ്ങുന്ന അനുഭവങ്ങളാണ് നാം ഓരോ പ്രാവശ്യവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും കൃപകളും ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. 20 വർഷമായിട്ടുണ്ടായിരുന്ന തൻ്റെ ഹസ്ബൻഡ്, അതായത് PV ബാബു എന്ന ഈ മകന് ഉണ്ടായിരുന്ന അലർജി കഫ്, അതുപോലെ തൻ്റെ വേരിക്കോസ് വെയിൻ, അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതുപോലെ തങ്ങൾക്ക് ഒരു ഭവനം, ആ ഭവനം വാങ്ങുന്നതിനുള്ള പൈസയൊക്കെ തങ്ങൾ കൊടുക്കുന്നു 35 ലക്ഷം. പിന്നീട് അതുമൂലം വന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തനിക്ക് എങ്ങനെയാണ് പിന്നീട് പരിശുദ്ധ അമ്മ നേരിട്ടിടപെട്ട് ഈശോയോട് പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തിൽ കൃപകളാക്കി മാറ്റിയ അനുഭവങ്ങളാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക. വീണ്ടും മിനിയാണെങ്കിൽ ആ മകളുടെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച, അതായത് താനെന്ന വ്യക്തി ആരാണെന്ന് തനിക്ക് ബോധ്യം ലഭിച്ചു. ഈ ഒരു ബോധ്യം അതൊത്തിരിയേറെ ജീവിതത്തിൽ നമ്മെ വളർത്തുന്നതാണ്. അതായത് നാം ആരാണെന്നറിഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ പിന്നീട് നമുക്ക് നിൽക്കുവാനായിട്ട് എളുപ്പമുണ്ട്. നമ്മെ തന്നെ മാറ്റുവാൻ, ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മെ കൂടുതൽ ചേർത്ത് നിർത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ടാണ് 37:4 തിരുവചനങ്ങൾ അരുളി ചെയ്തതുപോലെ കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് എല്ലാം നോക്കിക്കൊള്ളും. ആ ഒരു കൃപ തനിക്ക് കിട്ടിയെന്നാണ് ഈ മകൾ പറയുക. 35 വർഷത്തോളമായി തനിക്കുണ്ടായിരുന്ന പല സ്വഭാവ സവിശേഷതകൾ, അത് മറ്റുള്ളവരെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നതും തനിക്ക് തന്നെ ബുദ്ധിമുട്ടാകുന്നതുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് താൻ ഒന്നുമല്ല, തൻ്റെ പൊസിഷനുമൊക്കെ തനിക്കുണ്ട്. എന്നാൽ ഇന്ന് ആ പൊസിഷനിലൂടെ എത്രയേറെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായിട്ട് തനിക്ക് കഴിയുന്നു. തൻ്റെ കുടുംബത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ, താനുമായി ബന്ധപ്പെടുന്നവർക്ക് കർത്താവിനെ കൊടുക്കുവാൻ ആ മകൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് നാം കേട്ടത്. തൻ്റെ 30 വർഷം പഴക്കമുള്ള നിരന്തരമായ തലവേദന, അതുപോലെ കണ്ണട, അതൊക്കെ താൻ ഉപയോഗിക്കുമ്പോഴുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഇന്നിപ്പോൾ എത്ര നാളായി. ഓരോ കണ്ണടയും മാറി മാറി ഉപയോഗിച്ചിരുന്നാലും തനിക്ക് പവർ ശരിക്ക് കിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ എങ്ങനെ എത്ര വർഷങ്ങളായി ഇപ്പോൾ ഒരേ സ്പെക്സ് തന്നെ താൻ ഉപയോഗിക്കുന്നു. അതുപോലെ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ 25 വർഷമൊക്കെ ആയിട്ട് തനിക്കുണ്ടായിരുന്ന മറ്റു ചില അസ്വസ്ഥതകൾ. അങ്ങനെ നാം ഇന്ന് നോക്കുമ്പോൾ ജീവിതത്തിൽ
ഈ മക്കൾ ഇവിടെ വന്ന് പറയുക തങ്ങൾക്കൊരിക്കലും ലഭിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. അതിൻ്റെ അർത്ഥം നാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഉടമ്പടി എടുക്കുക എന്നതിനേക്കാൾ ഉപരി ഈ മകൾ തന്നെ ഇവിടെ പങ്കുവെച്ചു. ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയമാണിത്. ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞാനത് ഒരിക്കലും അവിശ്വസിക്കില്ല. എനിക്കൊരിക്കലും മാറാതിരുന്ന പല രോഗങ്ങളും എനിക്ക് മാറുമ്പോൾ അത് അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയത്തിൻ്റെ ഒരു പവിത്രതയായിട്ട് തന്നെ ഞാൻ കാണുന്നു എന്നൊക്കെയാണ് ഈ മകൾ നമ്മോട് പറയുന്നത്. അതുകൊണ്ടാണ് സമുദ്രത്തിലൂടെ കടന്നു പോയാലും അത് നിന്നെ മുക്കിക്കളയില്ല, അഗ്നിയിലൂടെ നടന്നാലും ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. യെശയ്യാ 43 നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാതെ ആകുമെന്നല്ല, സമുദ്രത്തിലൂടെ നടക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ദൈവം പറയുക. പക്ഷേ നദി നമ്മെ മുക്കിക്കളയില്ല. അതുപോലെ അഗ്നിയിലൂടെ നടക്കില്ല എന്നല്ല, നമുക്ക് വീണ്ടും പ്രശ്നങ്ങളുണ്ട്. ഉടമ്പടി എടുത്താൽ പരിപൂർണമായിട്ട് നമുക്കെല്ലാം ഇപ്പോൾ തന്നെ നമുക്കെല്ലാം ലഭിക്കുന്നു എന്നുള്ളതല്ല. എന്നാൽ ആ ജ്വാല നമ്മെ ദഹിപ്പിക്കാത്ത രീതിയിൽ കർത്താവിൻ്റെ കരം നമ്മെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആ ഒരു അനുഭവമാണ് ആത്മാവിനും ശരീരത്തിനും വ്യക്തികൾക്കുണ്ടാകുന്നത്. ഇന്ന് തങ്ങളുടെ കുടുംബത്തെ ആകമാനം ഉടമ്പടി എങ്ങനെയാണ് ഉടനടി പരിഹാരമാർഗമായിട്ട് തങ്ങൾക്ക് അനുഭവപ്പെടുന്നതെന്ന് ഈ മക്കൾ പങ്കുവയ്ക്കുമ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന പരിശുദ്ധ അമ്മയുടെ തിരുവചനം ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഇന്ന് ഈ മക്കൾ തങ്ങളുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു, ഈശോയെ സ്നേഹിക്കുന്നു, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നു. നമുക്ക് എല്ലാറ്റിനും നന്ദി പറയാം. കരങ്ങളടിച്ച് ഇവരോടൊപ്പം നമുക്കും ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് ഷീന. ഞാൻ UK ജോലി ചെയ്യുന്നു. മെയ് മാസം 9-ാം തീയതിയാണ് കഴിഞ്ഞ വർഷം ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ലിവറിൻ്റെ പുറത്തൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസറാണോ അല്ലയോ എന്ന് അറിയുന്ന സംശയത്തിൽ ബയോപ്സി ചെയ്യാൻ പറഞ്ഞു. ഇവിടെ വന്ന് ബയോപ്സി എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി ഉടമ്പടി തൈലവും വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തൈറോയിഡിൻ്റെ TSH ലെവല് ഭയങ്കര കുറവായിരുന്നു. എനിക്ക് എപ്പോഴും ശ്വാസം മുട്ടുകയും കുനിഞ്ഞ് നിവരുമ്പോഴൊക്കെ തലയിറങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഇനി കണ്ടിന്യൂസ് മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. ഞാൻ 3 മാസം മരുന്ന് കഴിച്ചു. അതിൻ്റെ ഒപ്പം മാതാവിൻ്റെ തൈലവും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് 3 മാസം കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ ടെസ്റ്റ് റിസൾട്ട് നോർമലായിരുന്നു. പിന്നെ ഞാൻ സാക്ഷ്യം കേട്ടപ്പോൾ വേറൊരു ചേച്ചി ഇങ്ങനെ പറയുന്നു, മാതാവേ ഞാൻ ഗുളിക നിർത്തി, ഇനി മാതാവ് നോക്കിക്കൊള്ളാം എന്ന്. അതുപോലെ ഞാൻ ഗുളിക നിർത്തി. ഇപ്പോൾ ഞാൻ 7 മാസം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പം ഇപ്പം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോഴും എൻ്റെ TSH ലെവല് നോർമൽ തന്നെയാണ്. ഇനിയപ്പോൾ ടാബ്ലറ്റ് ഒന്നും കഴിക്കണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൂടാതെ എനിക്ക് കുറേ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എപ്പോഴും കാലുവേദനയും കഴുത്ത് വേദനയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം എനിക്ക് ആ വേദനകളിൽ നിന്നുള്ള ആശ്വാസമുണ്ട്. അതുപോലെ ഉടമ്പടി എടുത്ത് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററിൻ്റെ ഫാമിലിയും കൂടി ഞങ്ങളൊരു ട്രിപ്പ് പോയി. തിരിച്ച് വരുന്ന വഴി ഞങ്ങളുടെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ പാളിപ്പോവുകയും ഓപ്പോസിറ്റ് സൈഡിലോട്ട് വണ്ടി തിരിഞ്ഞു പോവുകയും അടുത്ത വണ്ടി ഒന്ന് ഇടിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ പരിശുദ്ധ അമ്മ കാത്ത് ഒരു അപകടവുമില്ലാതെ ഞങ്ങളെല്ലാവരെയും കാത്ത് സംരക്ഷിച്ചു. ഇതാണ് എനിക്ക് ഉടമ്പടിയിൽ കൂടി കിട്ടിയ അനുഭവങ്ങൾ. അതുകൂടാതെ ഉടമ്പടിക്ക് മുമ്പും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ILC എക്സാം പാസ്സാവുകയും UK പോകാനൊക്കെ സാധിക്കുകയും ചെയ്തു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് പത്രമൊന്നും കിട്ടാനില്ല. ആദ്യത്തെ പ്രാവശ്യം പോയ പത്രമൊക്കെ ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഷെയർ ചെയ്യും. കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കുറച്ച് പൈസ പാവങ്ങളെ സഹായിക്കാനായിട്ട് കൊടുക്കും. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി സമയം കണ്ടെത്താൻ എനിക്ക് സാധിച്ചു. അതുപോലെ എല്ലാവരോടും ക്ഷമയോടും അനുകമ്പയോടും കൂടി പ്രവർത്തിക്കാനും ഞാൻ കെയർ ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള രോഗികളുണ്ട്. അവരെയൊക്കെ ഭയങ്കര സന്തോഷത്തോടും ക്ഷമയോടും കൂടി ശുശ്രൂഷിക്കാനുള്ള അനുഗ്രഹവും മാതാവ് എനിക്ക് തന്നു. അതുപോലെ ഇനിയും ഉടമ്പടിയിൽ ജീവിക്കാനും അമ്മയും തിരുക്കുമാരനും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2 മക്കബായർ 9:22. എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല,
ഈ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. ഷീന ജോസ് എന്ന ഈ സഹോദരി തൻ്റെ 2 പ്രത്യേകമായ രോഗാവസ്ഥകളെ അമ്മ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയുടെ മാധ്യസ്ഥ സഹായത്തിൽ അവ സൗഖ്യം നേടുകയും ചെയ്തതിനെയാണ് പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. ലിവറിൽ കണ്ട തടിപ്പ്, അതോടൊപ്പം TSH ഒത്തിരി കുറഞ്ഞു പോയത്, ഇവ 2 നിയോഗങ്ങളായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ജീവിതത്തെ സുരക്ഷിതമാക്കണം, സൗഖ്യമുള്ളതാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്. മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ലിവറിൻ്റെ തടിപ്പ് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെയും അതോടൊപ്പം TSH നോർമലായും ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ക്രമപ്പെടുത്തുവാൻ അമ്മ മാതാവ് സഹായിച്ചുവെന്ന്. ഉടമ്പടി ജീവിതം നമുക്ക് തന്നെ നൽകുന്നത് ഒരു പുതിയ ജീവിതശൈലിയാണ്. അത് ചെയ്യുന്ന കാര്യങ്ങൾ അല്പം കൂടി വിശ്വസ്തയോടെ ചെയ്യുവാൻ, നാം ജീവിക്കുന്ന ജീവിതത്തെ അല്പം കൂടി ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ നമ്മളെ തയ്യാറാക്കുന്നു. അതാണ് സഹോദരിയുടെ വാക്കുകളിൽ പറയുക. ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഇടങ്ങളിലെല്ലാം കുറേ കൂടി കരുതലോടെ, കരുണയോടെ, സ്നേഹത്തോടു കൂടി ഓരോ രോഗികളെയും ശുശ്രൂഷിക്കുവാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കുമായിരുന്നുവെന്ന്. നമ്മൾ ഉടമ്പടിയിൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ അമ്മ മാതാവിലൂടെ ദൈവത്തിന് കൊടുക്കുന്ന വാക്ക്, എൻ്റെ ജീവിതത്തെ ഞാൻ കുറേ കൂടി കാമ്പുള്ളതായി, കാതലുള്ളതായി, സ്നേഹമുള്ളതായി പരിണമിപ്പിക്കുവാൻ, മാറ്റുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ അമ്മ മാതാവ് ഈശോയോട് പറഞ്ഞ് അതിനെ കുറേ കൂടി സന്തോഷമുള്ളതായി, സമാധാനമുള്ളതായി, ശ്രേയസ്സുള്ളതായി മാറ്റിത്തരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിനെയാണ് നമ്മൾ പരസ്പരമുള്ള എഗ്രിമെൻ്റ്, കവനൻ്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ദൈവത്തിന് കൊടുക്കുന്ന വാക്കിനനുസരിച്ച് ദൈവം എൻ്റെ ജീവിതത്തിൽ നിരന്തരമായ സാന്നിധ്യം കൊണ്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ ഉടമ്പടി ജീവിതവും ഒരു ക്വാളിറ്റി ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു ക്വാളിറ്റി ചേഞ്ചിന് നമ്മൾ വിധേയരാകുമ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലുകൾ വേഗത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുക. അത് ഏത് സാക്ഷ്യം എടുത്ത് അനലൈസ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവും, 1000 അവസ്ഥയിൽ നിന്നും ഒരല്പം കൂടി മെച്ചപ്പെട്ട ജീവിത ഭൗതികമായ സാഹചര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഒരു ആത്മീയമായ വ്യത്യാസം കൂടി അതിനൊപ്പം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടു കൂടി ഉടമ്പടി ജീവിതത്തിൽ മുന്നേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്തയോടുകൂടി ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കുവാൻ നമുക്ക് തയ്യാറാവാം. ഉറച്ച് വിശ്വസിക്കുക. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മ മാതാവ് തിരുക്കുമാരന് കൊടുത്ത് നമുക്ക് എപ്പോഴും അനുഗ്രഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഈ സാക്ഷ്യത്തെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ സ്തുതിക്കാം, നന്ദി പറയാം.